بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الحمد لله الذي جعلنا من أمة محمد صلى الله عليه وسلم. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد سيدنا محمدا عبد الله ورسوله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحابه ومن اتبع سنته إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم به حريص عليكم بالمؤمنين رؤوف رحيم. صدق الله العلي العظيم. قال رسول الله صلى الله عليه وسلم: أنا سيد ولد آدم يوم القيامة، وأول من ينشق عنه القبر، وأول شافع مشفع. صدق رسول الله. فوق النبيين في خلق وفي خلق، ولم يدانوه في علم ولا كرم، وكلهم من رسول الله ملتمس، غرفا من البحر أو رشفا من الديم، وواقفون لديه عند حدهم من نقطة العلم أو من شكلة الحكم. نسمي منزه عن شريك في محاسنه، فجوهر الحسن فيه غير منقسم. ഏറ്റവും ആദരണീയരായ ബാലവിത്തങ്ങൾ, പൂക്കോഴത്തങ്ങൾ അവരുടെ ബഹുമാന തുടങ്ങിയുള്ള സമസ്ത കേരള ക്ലാസ് റൂമിന്റെ, ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ അഡ്മിന്മാരും മറ്റുമടങ്ങുന്ന സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷകരമായ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷപുളകിതമായ ഒരു വലിയ ബുദ്ധിമാരും ചിന്തകരും എന്നൊക്കെ ആളുകൾ വിശേഷിപ്പിക്കുന്ന പലരും കല്ലിനും മണ്ണിനും മൃഗങ്ങൾക്കും മൃഗമൂത്രത്തിനുമൊക്കെ ആരാധിക്കുന്ന ഈ ലോകത്ത് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന രാജാതിരാജനായ റബ്ബിനെ അറിയുവാനും ആ റബ്ബിനെ മനസ്സിലാക്കുവാനും ഉള്ള ഹിദായത്ത് വഴി കാണിച്ചു തന്ന അതിന് കാരണക്കാരായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവുന്ന ആ മഹത്തായ നിഅമത്ത് എത്ര ചിന്തിച്ചാലും ആ നിഅമത്തിന്റെ വലിപ്പവും അറ്റവും ഒരിക്കലും നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. ആ നിഅമത്ത് ലക്ഷമഹത്തമാണ്. ആ മാസം വരുമ്പോൾ ആ അനുഗ്രഹത്തെ സംബന്ധിച്ചും ആ ജന്മത്തെ സംബന്ധിച്ചും അതൊക്കെ ഓർക്കുകയും അപ്പോഴുണ്ടായ അത്ഭുതങ്ങളെയും അതിലൂടെ ലോകത്തുണ്ടായ മാറ്റങ്ങളെയും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെയും ഒക്കെ അനുസ്മരിക്കുകയും ചെയ്യുക എന്ന് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ അനുഭൂതി, ഈ സന്തോഷം അല്ലാഹു നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. അതുകൊണ്ട് നമുക്ക് ഇരു വീട്ടിലും വലിയ ഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 1-2 വർഷങ്ങളായി, കഴിഞ്ഞ 2-3 വർഷങ്ങളായി ഇങ്ങനെ ക്യാമ്പയിൻ നാം നടത്താറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച്, അവരുടെ ജീവിതത്തിന്റെ വിവിധ വശങ്ങളെ സംബന്ധിച്ച് പല രൂപത്തിൽ പല വലിയ വലിയ പണ്ഡിതന്മാർ ഇവിടെ ചർച്ച ചെയ്യാറുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ അത് അങ്ങനെ ചർച്ച ചെയ്യാൻ പാടുണ്ടോ, ചർച്ച ചെയ്യേണ്ടതുണ്ടോ എന്നൊരു ചർച്ചക്കൊന്നും ഇന്നിപ്പോൾ പ്രസക്തിയില്ലാതെ ആയിട്ടുണ്ട്, ഒരുവിധം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഇതിൽ ഒന്നും പ്രവേശിക്കുന്നില്ല.
മാത്രമല്ല വളരെ വിശാലമായി ആ വിഷയസംബന്ധിയായ ഒരു ക്ലാസ് അടുത്തിടെ ഇവിടെ നടക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇനി ആ വിഷയത്തിലേക്ക് കൂടുതൽ ഞാൻ പ്രവേശിക്കുന്നില്ല. 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ ഓർമ്മപ്പെടുത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയുന്നതും അവരെ പുകഴ്ത്തുന്നതും അവരുടെ ചരിത്രം പറയുന്നതുമൊന്നും വിരോധമില്ല എന്ന് പറയുമ്പോഴും ചില ആളുകൾക്കുള്ള സംശയം അത് റബീഉൽ അവ്വലിൽ അല്ലെങ്കിൽ ഈ റബീഉൽ അവ്വൽ 12 വല്ല അന്ന് പ്രത്യേകത കണ്ടുകൊണ്ട് ചെയ്യുന്നതിന് വല്ല മാനദണ്ഡവുമുണ്ടോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്നതിന് നമുക്ക് വിരോധമില്ല. അത് ഇപ്പോൾ മാത്രമല്ല, എപ്പോഴും പറയാം. ഇതിന് തേടണമെന്നും എന്ന വിഷയമായി നമ്മുടെ ശത്രുക്കൾ പറയാറുണ്ട്. ഇവിടെ നമ്മുടെ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നിങ്ങളൊക്കെ പലവട്ടം കേട്ടതാണ്. ആ ഹദീസിന്റെ ചെറിയ ഒരു വിശദീകരണം മാത്രം ഞാൻ നൽകിയ ആ വിഷയത്തിൽ നിന്ന് പിന്മാറാം. അതായത് നമ്മൾ സാധാരണ അതിനെ സംബന്ധിച്ച് പറയാറ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തിങ്കളാഴ്ചയുടെ നോമ്പിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ആ നോമ്പിന്റെ പ്രത്യേകത എന്താണ്? അന്ന് പ്രത്യേക സന്ദർഭത്തിൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത് കാണാം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് പറഞ്ഞ മറുപടി ഫീഹി ഉലിത്തു എന്നാണ്. ഫീഹി ഉലിത്തു വഫീഹി ഉൻസില അലയ്യ. അന്നാണ് എന്നെ പ്രസവിക്കപ്പെട്ടത്, അന്നാണ് എനിക്ക് വഹി ലഭിച്ചത്. രണ്ടും ഒരു തിങ്കളാഴ്ചയായിരുന്നു എന്നാണ്. അപ്പോൾ ആ ഒരു വലിയ നിഅമത്തിന് ശുക്ർ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ആ ദിവസം ആഴ്ചയായി തിങ്കളാഴ്ച ഞാൻ നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആഴ്ചയിൽ ആവർത്തിക്കപ്പെടുന്ന തിങ്കളാഴ്ച, വർഷത്തിൽ അത് റബീഉൽ അവ്വൽ 12 ആവർത്തിക്കപ്പെടുന്നു. അപ്പോൾ അതിന് പ്രത്യേകതയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വിഷയത്തെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് എങ്ങനെയാണ് വിലയിരുത്തിയത് എന്നൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഈ ഹദീസ് ഉദ്ധരിച്ചെടുത്ത് ഇമാം ത്വയ്ബി ഈ ഹദീസിനെ വ്യാഖ്യാനിച്ച പദപ്രയോഗം ഐ ഫീഹി വുജൂദു നബിയിക്കും വഫീഹി എന്നാണ്. ഫീഹി ഉലിത്തു വഫീഹി ഉൻസില അലയ്യ എന്നതിന് മുമ്പിൽ കൊടുക്കുന്ന വ്യാഖ്യാനം അല്ല രസമുള്ളൊരു ഇബാറത്താണ്. ഇമാം ത്വയ്ബി അതിനെ സംബന്ധിച്ച് പറഞ്ഞത് ഫീഹി വുജൂദു നബിയിക്കും, അന്നാണ് നിങ്ങളുടെ നബിയുടെ ജന്മമുണ്ടായത്, ഈ ലോകത്തേക്കുള്ള വുജൂദുണ്ടായത്. വഫീഹി നുസൂലു കിതാബിക്കും, അന്നാണ് നിങ്ങൾക്ക് ഹിദായത്തിന്റെ ഗ്രന്ഥമായ ഈ കിതാബ് ഇറങ്ങിയത്. അന്നിറങ്ങിയത് ശുക്ർ രേഖപ്പെടുത്താൻ ഏറ്റവും അർഹതപ്പെട്ട ദിവസം വേറെ ഏതാണ് ഉള്ളത് എന്നാണ് ബഹുമാനപ്പെട്ടവർ ചോദിച്ചത്. ഈ സംഭവം, അതേ സംഭവത്തെ മിഷ്കാത്തിന്റെ ശറഹിൽ ഇങ്ങനെ വിരിക്കുന്നതായി കാണാം. ഫീഹി ഉലിത്തു വഫീഹി ഉൻസില അലയ്യ യഅനി ഹസല ലീ ഫീഹി ബദഉൽ കമാലി സുവരി വത്തഫല്ലുൽ ഇബ്തിദാഇ വൽ ഇന്തിഹാഇ. ബഹുമാനപ്പെട്ടവരെ അതിനെ വിശദീകരിച്ചത് ഇങ്ങനെ: റസൂലുള്ളാഹിയുടെ ജന്മം എന്ന് പറഞ്ഞാൽ ശാരീരികമായ എന്റെ ഉയർച്ചയുടെ തുടക്കം, എന്റെ ജന്മം, അതുപോലെ ആന്തരികമായ മഅനവിയായ പ്രഭാതത്തിലെ വിടകൾ, അതും അന്നാണ്. അതാണ് ഖുർആൻ ഇറങ്ങൽ. ആത്മീയമായ ഉയർച്ച അവിടെ നിന്നാണല്ലോ തുടങ്ങുന്നത് സാധാരണ ഗതിയിൽ. അപ്പോൾ രണ്ടിന്റെയും തുടക്കം അവിടെയാണ്, ഈ ദിവസത്തിലാണ് ഉണ്ടായത്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ഇങ്ങനത്തെ ഒരു സമയം, എങ്ങനത്തെ സമയം യകൂനു മൻശഅൽ ലിനിഅമി ദുനിയവിയ്യത്തി വൽ ഉഖ്റവിയ്യ ഹഖീഖുൻ ബിഅൻ യൂജദ ഫീഹി ത്വാഅത്തുൽ ളാഹിരിയ്യത്തു വൽ ബാത്തിനിയ്യ. അപ്പോൾ അവിടെ നോമ്പല്ലേ പറഞ്ഞു എന്നതിൽ നിന്ന് ചില സംശയങ്ങൾ ഉത്ഭവിക്കാറുണ്ട്. അതിനാണ് പറയുന്നത്, ഇത്തരം നിഅമത്തുകൾ ദുന്യവിയോ ഉഖ്റവിയോ ആയ ഇത്തരം നിഅമത്തുകൾ ഉണ്ടായ സന്ദർഭ അവിടെ ഇബാദത്തുകൾ, അതിന് നന്ദിയായി ഇബാദത്തുകൾ ഉണ്ടാവാൻ അർഹതപ്പെട്ട സമയങ്ങളാണ്. അത്താഅത്തുൽ ളാഹിരിയ്യ വൽ ബാത്തിനിയ്യ,
വാഹിരിയായ ബാത്തിനിയായ രണ്ട് തരത്തിലുള്ള ഇബാദത്തുകളും ഉണ്ടാവാൻ അർഹതപ്പെട്ട സമയങ്ങളാണത്. ഫയജിബു ശുക്രുഹു, ആ സമയത്ത് പ്രത്യേകം ശുക്ർ രേഖപ്പെടുത്തണം. എന്തുകൊണ്ട്? അലയ്യ, എന്റെ മേൽ അത് ശുക്ർ എന്റെ മേൽ നിർബന്ധമായിട്ടുണ്ട്. അതിന്റെ ഒരു രൂപമാണ് സിയാമ്, നോമ്പ്. ആ രൂപം ഞാൻ എന്ന് പറഞ്ഞു പറഞ്ഞ വഫി ഹദീസി, ഈ ഹദീസിലുണ്ട് ദലാലത്തുൻ അലാ അന്ന الزمان قد يتشرف بما يقع فيه, സമയം അതിൽ സംഭവിക്കുന്ന സംഭവവികാസങ്ങളെ കൊണ്ട് അതിന് ഷറഫും ബർക്കത്തും ഉണ്ടാകും. അപ്പോ ഒരു ദിവസം തിങ്കളാഴ്ച റബീഉൽ അവ്വൽ 12 അന്ന് റസൂലുള്ളാഹ് എന്ന് പറയുന്ന ആ വലിയ നിഅമത്തിന്റെ ജന്മമുണ്ടായി. ആ നിഅമത്ത് ഈ ലോകത്തേക്ക് ഉദിച്ചു. അതുകൊണ്ട് ഈ വ്യക്തി തിങ്കളാഴ്ച പ്രത്യേകം എന്ന് ഹദീസിക്കുന്നു എന്ന് ഇമാം മുല്ല അലി അൽ ഖാരി തങ്ങൾ പറയാം. അല്ലാമ മുല്ല അലി وفي الحديث دلالة على أن الزمان قد يتشرف بما يقع فيه وكذا المكان ولذا قيل شرف المكان بالمكين. അതുപോലെ സ്ഥലങ്ങളും, ചില സ്ഥലങ്ങളിൽ അതിലുള്ള ആളെ കൊണ്ടാണല്ലോ ബർക്കത്തുണ്ടാവുക. അതുകൊണ്ടാണല്ലോ ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ് എന്ന് പറയുന്നത്. ഈ രാജ്യത്തെ കൊണ്ട് ഞാൻ സത്യം, അവിടെ സിക്കുന്നത് ഈ രാജ്യത്തെ കൊണ്ട്, ഈ മക്കയെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. അള്ളാഹു പറയാം ഏത് നിലയിൽ വഅൻത ഹില്ലുൻ വഅൻത മുഖീമുൻ ബിഹാദൽ ബലദ്, ഈ സ്ഥലത്ത് തങ്ങൾ താമസിക്കുന്ന, തങ്ങൾ ഇവിടെ ഓടി നടക്കുന്ന, തങ്ങൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന, വ്യവഹരിച്ചു കൊണ്ടിരിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തെ പ്രത്യേകം ഉദ്ധരിച്ചുകൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്തത്. പല പ്രത്യേകതകളും അതിനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് റസൂലിക്കുകയാണ് ചെയ്തത് എന്ന് ആ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഖാസിൻ തന്റെ തഫ്സീറിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പോ സ്ഥലങ്ങൾക്ക് അവിടെ ഉണ്ടാകുന്ന നിഅമത്തുകൾ, മഹത്വങ്ങൾ, അവിടെ സംഭവിക്കുന്ന സംഭവവികാസങ്ങൾക്കനുസരിച്ച് അതിന് ഗുണങ്ങൾ ഉണ്ടാകും, ഷറഫുണ്ടാകും, മഹത്വം ഉണ്ടാകും എന്ന് ഈ ഹദീസ് സൂചിപ്പിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ വിവരിക്കുകയാണ്. അപ്പോ അതാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകപ്പെടുത്തേണ്ടതുണ്ട്. ആ നന്ദി രേഖപ്പെടുത്തുന്നത് പല രൂപത്തിലാവാം. അതിൽപ്പെട്ടപ്പെട്ട ഒരു രൂപമാണ് നോമ്പനുഷ്ഠിക്കൽ. അതുപോലെ തന്നെ മറ്റ് ത്വാഅത്തുകൾ, ഏത് ത്വാഅത്തുമാവാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിച്ച ഏത് ത്വാഅത്ത് കൊണ്ടും അതിന് നന്ദി രേഖപ്പെടുത്താം. അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായാൽ മതി എന്ന് ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നു എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. മിഷ്കാത്തിന് തന്നെ വേറൊരു ഷറഹുണ്ട്. അതൊരു പുതിയ ആളതാണ്. അയാൾ പോലും പറയുന്നുണ്ടത് بما يقع فيه وكذا المكان وعلى أنه يستحب صوم يوم الاثنين وأنه ينبغي تعظيم اليوم الذي أحدث الله فيه على عبده نعمة بصومه والتقرب إليه. അതിൽ പറയാം وأنه, ഇതിൽ നിന്ന് കിട്ടുന്ന മനസ്സിലാകുന്ന ഈ ഹദീസിൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ പറയാണ് വഅന്നഹു യംബഗി, അത്യാവശ്യമാണ് അതിന് മഹത്വം കൽപ്പിക്കുക. എങ്ങനെയുള്ള ദിവസം? അല്ലദീ അഹ്ദസല്ലാഹു ഫീഹി അലാ അബ്ദിഹി, തന്റെ അടിമക്ക് അല്ലാഹു ഒരു നിഅമത്ത് ചെയ്ത ഒരു ദിവസം, അങ്ങനെ പ്രത്യേകമായ ഒരു നിഅമത്ത്. എന്നും നിഅമത്തുണ്ട്, പക്ഷെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ ഉണ്ടായ ദിവസത്തിന് ആദരവ് കൽപ്പിക്കുകയും ബഹുമാനം കൽപ്പിക്കുകയും എന്നിട്ട് ആ നിഅമത്തിന് സൗമുകൊണ്ട് വത്തഖറുബി ഫീഹി, മറ്റ് ഇബാദത്തുകളെ കൊണ്ടും ഖുർബാത്തുകളെ കൊണ്ടും അല്ലാഹുവിന് അതിൽ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ പണ്ഡിതന്മാര് അംഗീകരിച്ച വസ്തുതയാണിത്. ഇങ്ങനെ പല സംഭവങ്ങളും ഒരുപാട് പണ്ഡിതന്മാർ ഈ വിഷയങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ ദിവസത്തിന് പ്രത്യേകത മഹാന്മാര് കണ്ടിട്ടുണ്ട്. അതുണ്ട് എന്ന് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംഭവം കൊണ്ട്, ഈ ഹദീസ് കൊണ്ട് തന്നെ പഠിപ്പിച്ചത്. വേറെ സംഭവങ്ങളുമായി പ്രത്യേകത അത് ആ വിധത്തിൽ സംഭവം ആ ദിനത്തിന്റെ പ്രത്യേകത. ആഴ്ചയിൽ അത് തിങ്കളാഴ്ച, വർഷത്തിൽ അത് റബീഉൽ അവ്വൽ 12 പ്രബലമായ അഭിപ്രായം അനുസരിച്ച് അതനുസരിച്ച് നമ്മൾ അമൽ ചെയ്യുന്നു. അപ്പോൾ ആ കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട, വെറുതെ അനാവശ്യമായ സംശയങ്ങൾ ഉണ്ടാക്കാനും പോകണ്ട. മാത്രമല്ല ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്, ബാബു മൗത്തി യൗമിൽ ഇസ്നൈനി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹെഡിങ് ഇട്ടിട്ടുണ്ട്, ഒരു ബാബ് ഇട്ടിട്ടുണ്ട് ഇമാം ബുഖാരി തങ്ങൾ സഹീഹുൽ ബുഖാരിയിൽ. ആ സംഭവത്തിൽ, ആ അധ്യായത്തിൽ കൊണ്ടുവരുന്നത് എന്താണ്? ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു
രോഗം പിടിപെട്ടപ്പോൾ ഇന്ന് ഏതാണ് ദിവസം എന്ന് ചോദിച്ചപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണെന്ന് പറഞ്ഞു. രോഗം പിടിപെട്ടതിന് ശേഷം ആയിഷ ബീവിയോട്. അപ്പോ ഇന്നാണ് റസൂലുള്ളാഹി വഫാത്തായെന്ന് പറഞ്ഞ സംഭവമാണ് അതിൽ എടുത്തുദ്ധരിച്ചിട്ടുള്ളത്. അപ്പൊ റസൂലുള്ളാഹിയുടെ പല വിഷയങ്ങൾക്കും അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു ദിവസമാണ് ഈ ദിവസം. അതുകൊണ്ട് ആ ദിവസത്തിന് പ്രത്യേകതയുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, മഹാന്മാരായ ഉലമാക്കളൊക്കെ മനസ്സിലാക്കിയത് അതാണ് നേരത്തെ പറഞ്ഞത്. അത് ഈ ദിവസം ഒരു സംഭവം, ഒരു നിഅമത്തുണ്ടായാൽ അത് മടങ്ങി വരുന്ന ദിവസങ്ങൾ. ആ സംഭവം നടന്ന് ഒരു തിങ്കളാഴ്ചയുടെ ഒരു ഏതാനും സെക്കൻഡുകളിൽ അത് കഴിഞ്ഞുപോയി. പക്ഷെ അത് ആവർത്തിക്കപ്പെടുമ്പോൾ അതോടുകൂടെ ആ ദിവസത്തിന്റെ പ്രത്യേകം സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മനസ്സിലാക്കിയത് അതാണ് അയിമ്മത്തും മനസ്സിലാക്കി. അത് തന്നെയാണ് നമ്മളും മനസ്സിലാക്കി ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രത്യേകമായി ഈ മാസത്തിനും ഈ ദിവസത്തിനും പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ മദഹുകളും അതുപോലെ അന്നദാനവും ഇനി നോമ്പും അതുപോലെയുള്ള നല്ല സൽക്കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നതിന് യാതൊരു വൈമനസ്യവും ആരും കാണിക്കേണ്ടത്. ജാഥയായി പോവും, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യും. അപ്പൊ അതൊക്കെ ഖുർബത്താണോ ഇബാദത്താണോ എന്ന് ചിലപ്പോൾ ചിലർക്ക് സംശയം തോന്നും. അത് ഇബാദത്തല്ലല്ലോ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജന്മം കൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ച് ഒരു മുബാഹായ കാര്യം ചെയ്താൽ പോലും അത് ഇബാദത്തായി മാറും. അതാണ് അതിന്റെ സ്വത്തെന്ന് പറഞ്ഞ സഹീഹ് ബുഖാരിയുടെ ഹദീസ് നിങ്ങൾ നോക്ക്. സഹീഹുൽ ബുഖാരിയിൽ കാണാം, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്ന സന്ദർഭം. ആ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഒരു ജാരിയത്തുൻ സൗദാ, ഒരു കറുത്ത പെൺകുട്ടി വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി കുന്തു നദർതു ഇത് ഇമാം തുർമദി ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം തുർമദി ഉദ്ധരിക്കുകയും ഹാദാ ഹദീസുൻ ഹസനുൻ സഹീഹ് എന്ന് പറയുകയും ചെയ്ത ഹദീസാണ്. ആ പെൺകുട്ടി വന്നുകൊണ്ട് പറഞ്ഞു, ആലിമൻ അൻ അളിബ ബൈന യദൈക വഅതഗന്ന. നബിയെ, ഈ യുദ്ധത്തിന് പോയപ്പോ എനിക്ക് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. തങ്ങൾ യുദ്ധത്തിന് പോയപ്പോ മനസ്സ് പിടച്ചിരുന്നു. അപ്പൊ ഞാനിങ്ങനെ മൂർച്ചയാക്കി തങ്ങള് സന്തോഷമായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ സന്തോഷത്തോടുകൂടെ സുരക്ഷിതരായി തിരിച്ചു വരികയാണെങ്കിൽ ആ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ മുന്നിൽ വന്ന് ദഫ് മുട്ടി പാട്ട് പാടണമെന്ന് ഞാൻ മൂർച്ചയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നെതിറ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു സ്വാഭാവികമായി പാട്ട് കേൾക്കാനും മറ്റൊന്നും ഉള്ള ഒരു അവസ്ഥയായിരിക്കില്ല. ഏതായിരുന്നാലും ആ പെൺകുട്ടിയോട് റസൂലുള്ളാഹി പറഞ്ഞു, എന്താ പറഞ്ഞ വാക്ക്? ഇൻ കുന്തി നദർതി, നീ അങ്ങനെ നേർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ആണ്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. നേർച്ച ആക്കിയിട്ടുണ്ടെങ്കിൽ ഫളിബി, ദഫ് മുട്ടിക്കോ പാട്ട് പാടിക്കോ എന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു. അപ്പോ ദഫ് മുട്ടി പാട്ട് പാടിക്കൊണ്ടിരുന്നു. അങ്ങനെ ആ ഹദീസ് നീണ്ട ഹദീസാണ്. ഇവിടെ വളരെ ശ്രദ്ധിക്കണം. ദഫത്താണ് എന്നാരും പറഞ്ഞിട്ടില്ലല്ലോ. മൊത്തം വെറുതെ നോക്കിയാൽ അധികം സാധാരണഗതിയിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ മുബാഹാണ്, അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഒരു അനുവദിക്കപ്പെട്ട കാര്യത്തെ നേർച്ചയാക്കിയാൽ നേർച്ച സഹിയാവില്ലല്ലോ. നദീർ എന്ന് പറഞ്ഞാൽ ഫത്ഹുൽ മുഈനിൽ അത് കാണാം, ഇൽത്തിസാമു മുകല്ലഫിൻ ഖുർബത്തൻ ലം തതഅയ്യൻ, നിർബന്ധമല്ല, വ്യക്തിപരമായി നിർബന്ധമല്ലാത്ത ഐച്ഛികമായ ഒരു സൽക്കർമ്മത്തെ സ്വയം നിർബന്ധമാക്കുക. നല്ല കാര്യത്തെ, ഒരു ഖുർബത്തിനെ, ഒരു ആരാധനയെ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യത്തെ, അതിനെ എന്ത് ചെയ്യുക? നമ്മൾ നിർബന്ധാക്കുക, സ്വയം നിർബന്ധാക്കുക. ഞാൻ അങ്ങനെ ചെയ്യാൻ നേർച്ചയാക്കിയെന്ന് കരുതുക, സ്വയം ഏറ്റെടുക്കുക. ഇതാണ് നദർ. അപ്പോ ദഫ് മുട്ടൽ നേർച്ച സഹിയാവില്ല, അല്ല നേർച്ച സഹിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ റസൂലുള്ളാഹിക്ക്. അങ്ങനെയല്ല, റസൂലുള്ളാഹിനെ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി വേറെ ആളോട് പറഞ്ഞിട്ടുണ്ട്. ഒരാള് ഇങ്ങനെ വെയിലത്ത് ഇങ്ങനെ നിൽക്കുക, റസൂലുള്ളാഹി ഖുത്ബ ഓതുമ്പോ. അപ്പോ എന്താ അവിടെ ഇങ്ങനെ നിൽക്കുന്നു എന്ന് വെച്ചു. ചെയ്യുകയും ആരോടും സംസാരിക്കില്ല, നോമ്പൊക്കെ നിൽക്കും. നോമ്പ് വേണം. നദറ അൻ യഖൂമ വലാ യഖഉദ വലാ യസ്തദില്ല വലാ യതകല്ലമ വയസൂം, നിൽക്കണം, ഇരിക്കില്ല, തണൽ കൊള്ളില്ല, സംസാരിക്കില്ല, നോമ്പ് നോക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേർച്ചയാക്കിയിരിക്കണെന്ന് പറഞ്ഞു. അപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, അദ്ദേഹത്തോട് മുർഹു, അദ്ദേഹത്തോട് കൽപ്പിക്കൂ, ഫല്യതകല്ലമായിട്ട് സംസാരിക്കട്ടെ. വെയിൽ കൊള്ളാന്നുള്ളൊരു ഇബാദത്തല്ല, എന്നല്ല ചിലപ്പോൾ മോശമാണ്. വല്യഖുദ്, ഇരിക്കട്ടെ, വെറുതെ ഇങ്ങനെ നിൽക്കുക എന്നുള്ളത് അതും ഒരു ഖുർബത്തല്ല. യുതിമ്മ സൗമഹു, നോമ്പ് പൂർത്തിയായിക്കോട്ടെ, അത് ഇബാദത്താണ്. കണ്ടോ? അങ്ങനെ മൻ നദറ അൻ യുതിഅ അല്ലാഹ ഫല്യുതിഅ വമൻ നദറ അൻ യഅസിയഹു ഫലാ യഅസി എന്നല്ല. അങ്ങനെ അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കാൻ വേണ്ടിയുള്ള ഒരു കർമ്മത്തിലല്ലാതെ നേർച്ചയില്ല എന്ന് വന്നിട്ടുണ്ട്. അപ്പോ അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അതാണ് ഫുഖഹാവ്, നമ്മുടെ ഫുഖഹാവ് നമ്മൾ പഠിപ്പിച്ചു
പഠിപ്പിച്ചതും ഇന്നമന്നദറു ഫീമാ യുബാബിഹില്ലാഹ് എന്നുണ്ട്. അപ്പോ ഇത് ദഫ് മുട്ടുക, പാട്ടുപാടുക എന്നത് പ്രത്യക്ഷത്തിൽ ഒരു അനുവദിക്കപ്പെട്ട കാര്യം മാത്രമേ ആവുന്നുള്ളൂ സാധാരണഗതിയിൽ. മറ്റുള്ള അനാവശ്യമായ കാര്യങ്ങളൊന്നും കൂടാതിരിക്കുമ്പോ അങ്ങനത്തെ ഒരു കാര്യം നേർച്ചയാക്കിയതിനെ റസൂലുള്ളാഹി അംഗീകരിച്ചു. അതെന്തുകൊണ്ടാണ് അംഗീകരിച്ചത് എന്ന വിഷയം മഹാന്മാരായ അയിമ്മത്ത് ആ വിഷയം ചർച്ച ചെയ്തിട്ട് അവരതിന് പറഞ്ഞ മറുപടി, ഒരു കാര്യം അത് അടിസ്ഥാനപരമായി അത് മുബാഹാണെങ്കിലും ചെയ്തതുമല്ല എങ്കിൽ തന്നെയും മുബാഹാണ്. അങ്ങനത്തെ ഒരു കാര്യം ഈ കൊണ്ട് മന്ദൂന്നത്തായി മാറും. ഇതുപോലെ ഒരാൾ ഉച്ചക്കുറങ്ങാണ്, കൈലൂലത്തുറങ്ങുക, രാത്രി തഹജ്ജുദിന് എണീക്കാനുള്ള ഒരു ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ ഉറക്കം അടിസ്ഥാനപരമായി അനുവദിക്കപ്പെട്ട കാര്യമാണ്. പക്ഷെ ഈ ഉറക്കം സുന്നത്തായി മാറി. അതുപോലെ അത്താഴം കഴിക്കുക എന്നുള്ളത് നോമ്പിന് കൂവത്തിന് വേണ്ടിയാണെങ്കിൽ ആ നേരത്ത് വെറുതെ ഒരാൾ എണീറ്റ് ഭക്ഷണം കഴിച്ചാൽ അത് മുബാഹാണ്. പക്ഷെ നോമ്പിന് വേണ്ടിയാണെമ്പോൾ അത് സുന്നത്തായി മാറുന്നു. എന്നതുപോലെ സാലിമൻ മഅനൻ മഖ്സൂദുൻ യഹ്സുലു ബിഹി സവാബു. ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ വളരെ കൃത്യമായി പറയുകയാണ്, ഇന്ന ഇൽഹാറൽ ഫറഹി, സന്തോഷം പ്രകടിപ്പിക്കുക എന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ ഈ പെൺകുട്ടി സന്തോഷം പ്രകടിപ്പിച്ചത്? ബിഔദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാലിമൻ, റസൂലുള്ളാഹി സുരക്ഷിതരായി ഒരു കുഴപ്പവുമില്ലാതെ തിരിച്ചു വന്നു എന്നതിന്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിക്കുക. മഅനൻ സൂ, അത് സ്വയമാണ്, ഉദ്ദേശിക്കപ്പെടാവുന്ന കാര്യങ്ങളാണ്. യഹ്സുലു ബിഹി സവാബു, അതുകൊണ്ട് പ്രതിഫലം ലഭിക്കും, അതിന് പ്രതിഫലം ലഭിക്കും. ആ ലക്ഷ്യത്തോടുകൂടെ ആയപ്പോൾ ഇവിടെ ദഫ്മുട്ടലും പാട്ടുപാടലും ഖുർബത്തായി മാറി. അതുകൊണ്ടാണ് ഇവിടെ ആ നദർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ തന്റെ ഫത്ഹുൽ ബാരിയിൽ വിവരിച്ചിട്ടുണ്ട്. ബാബുൻ നദരി ഫീമാ ലാ യംലികു വഫിൽ മഅസിയ എന്ന അധ്യായത്തിൽ. കുട്ടികളൊരു ജാഥ നടത്തി, ജാഥ മുബാഹായ കാര്യമാണല്ലോ. മുബാഹിന് സന്തോഷം പ്രകടിപ്പിച്ച ആളുകൾ അറിയട്ടെ ഇങ്ങനൊരു പ്രവാചകനുണ്ടെന്നും ആ പ്രവാചകനെ സംബന്ധിച്ച് പഠിക്കാനും മറ്റുള്ളവരും കൂടി അറിയട്ടെ. യാതൊരു പ്രശ്നവും അതിലൊന്നുമില്ല. അതുകൊണ്ട് പക്ഷെ ഹറാമിലേക്ക് പോകരുത്, തെറ്റിലേക്ക് പോകരുത്, കറാഹത്തിലേക്ക് പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ചുരുങ്ങിയത് അനുവദിച്ചതായിരിക്കണം. ആ അനുവദിച്ച കാര്യങ്ങളെ നമ്മൾ ഈ ഒരു ലക്ഷ്യത്തോടുകൂടെ ചെയ്താൽ അതിനൊക്കെ പ്രതിഫലമുണ്ട്. റസൂലുള്ളാഹി ഒരു യുദ്ധത്തിൽ നിന്ന് സാലിമായി തിരിച്ചു വന്നാൽ അതിൽ സന്തോഷം. ഈ ഭൂതത്തിന്റെ പേരിലാണ് നമ്മൾ ആഘോഷിക്കുന്നത്, നമ്മൾ സന്തോഷിക്കുന്നത്. അങ്ങനെ ഹിദായത്ത് കിട്ടിയതിന്റെ പേരിലാണ് നമ്മൾ സന്തോഷിക്കുന്നത്. അതിന് എത്രമാത്രം പ്രതിഫലം നമുക്ക് ലഭിക്കും. അൽഹംദുലില്ലാഹ്, ഇങ്ങനെ ഒരു ചിന്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ചിന്തയിൽ വളരാനും ജീവിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി നമുക്കും നമ്മുടെ കുടുംബത്തിലും അത് നിലനിർത്തി തരുമാറാവട്ടെ. പിന്നെ ഒരൊറ്റ കാര്യം കൂടി, നമുക്കും നമ്മുടെ കുടുംബത്തിലും അത് നിലനിർത്തി തരുമാറാവട്ടെ. പിന്നെ നോമ്പ് ഈദ് എന്ന് പറയാൻ പറ്റില്ല, നോമ്പ് കഴിഞ്ഞാലല്ലേ വരുന്നു. അപ്പൊ ഈദ് എന്ന് പറയുന്നത് തെറ്റാണ്. ആഘോഷമാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഹദീസിന് നേരെ എതിരാണ് ചെയ്യുന്നത്. ഹദീസിൽ നോമ്പ് വെക്കാനാ പറഞ്ഞത്, നോമ്പിന് എതിരാണ് എന്ത്? ഈദ്, പെരുന്നാള്. നോമ്പിന് എതിരാണ് ഈദ്, ആഘോഷം. നോമ്പ് ആഘോഷമല്ല, നോമ്പിന് എതിരാകും. അതുകൊണ്ട് ഈ ഹദീസ് നിങ്ങൾക്ക് അജ്ഞതയാണ്. ഈദ് എന്ന് പറഞ്ഞാൽ രണ്ട് പെരുന്നാൾ, അത് ഇസ്ലാമിന്റെ റസ്മിയായ ഔദ്യോഗികമായ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളുണ്ട്. എന്നാൽ അതിന് മാത്രമല്ല ഈദ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈദ് എന്ന് പലതിനും പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ചക്ക് ഈദ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനൻ പരിശുദ്ധീൻ എന്ന അർത്ഥത്തിലുള്ള ആ സൂറത്തുൽ ഇതിലായി ഇറങ്ങി. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് തങ്ങളുടെ കാലത്ത് ഒരു ജൂതൻ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു, ജൂതൻ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് തങ്ങളോട് പറഞ്ഞു, ഈ ദിവസം ഞങ്ങളുടെ മേലാണ് ഇറങ്ങിയിരുന്നെങ്കിൽ ഇന്നക്കും തഖറഊന ആയത്തൻ ലൗ ഉൻസിലതു ഫീനാ ലത്തഖദ്നാ ദാലിക യൗമ ഈദാ, നിങ്ങളൊരു ആയത്ത് ഓതുന്നുണ്ട്, ആ ആയത്ത് ഞങ്ങൾക്കാണ് അവതരിച്ചതെങ്കിൽ അന്നത്തെ ദിവസത്തെ ഞങ്ങൾ ഈദാക്കുമായിരുന്നു. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറഞ്ഞ മറുപടി, ഇന്നഅലമു ഹൈസു ഉൻസിലത് വഅയ്യു യൗമിൻ ഉൻസിലത് വഅയ്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൈസു ഉൻസിലത് ബിഅറഫ വറസൂലുള്ളാഹി വാഖിഫുൻ ബിഅറഫത വകാന യൗമ ജുമുഅ ഖാല സുഫിയാൻ അശുക്കു കാന യൗമ ജുമുഅ. അതായത്
അപ്പൊ ഉമർ തങ്ങൾ പറഞ്ഞ മറുപടി, അതെ, ആ ദിവസം എന്നാണ് ഇറങ്ങിയത് എന്ന് എനിക്കറിയാം, ഏത് സന്ദർഭത്തിലാണ് ഇറങ്ങിയത് എന്ന് എനിക്കറിയാം. ആ പറഞ്ഞതിന്റെ അർത്ഥം, ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അതെ, അത് ഞങ്ങൾക്ക് 2 ഈദാണ് എന്നാണ് പറഞ്ഞത്. 2 ഈദാണ്. ഞങ്ങളും അങ്ങനെ അതിനെ ഈദായി തന്നെയാണ് കാണുന്നത്. ഞങ്ങളും അതിനെ ആഘോഷമായിട്ട് തന്നെയാണ് കാണുന്നത്. ആ ആഘോഷം എങ്ങനെയാണ്? ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ പറയുന്നു, വമുറാദു ഉമർ റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം, അതിന്റെ ഉദ്ദേശം, ഇന്ന ഖദ്ദനാ ദൽകൽ മഅൻ മിൻ ഹൈനി ഫഇന്നഹു റഫാ വയൗമു ജുമുഅ വകുല്ലു വാഹിദിൻ മിൻഹുമാ ഈദുൻ ലിഅഹ്ലിൽ ഇസ്ലാം. ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ പറയാ, ഞങ്ങളും ആ ദിവസത്തെ ഈദാക്കിയിട്ടുണ്ട്, ഞങ്ങൾക്കും ആ ദിവസം ആഘോഷ ദിവസം, സന്തോഷ ദിവസം തന്നെയാകുന്നു. കാരണം 2 രൂപത്തിൽ, ഒരു രൂപത്തിലല്ല, 2 രൂപത്തിൽ. ഫഇന്നഹു യൗമു അറഫ, അത് അറഫ ദിവസമാണ്, വയൗമു ജുമുഅ, ജുമുഅ ദിവസവുമാണ്, വകുല്ലു വാഹിദിൻ മിൻഹുമാ ഈദാണ്. ഇമാം ഹഫീദ് തങ്ങൾ അത് ഫത്ഹിൽ വിവരിക്കുന്നുണ്ട്. അത് ആ രൂപത്തിൽ തന്നെ. വഇല്ലാ ഫരിവായത്തു ഇസ്ഹാഖ് അൻ ഖബീസത التي قدمناها قد نصت على المراد ولفظه نزلت يوم جمعة ويوم عرفة وكلاهما بحمد الله لنا عيد. وكلاهما, അത് രണ്ടും അല്ലാഹുവിന് സ്തുതി, അത് ഞങ്ങൾക്ക് ഈദാണ്. പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായോ? അപ്പോ മറ്റൊരു റിവായത്തില്, തുർമുദി റിവായത്തില് നസലത്ത് ഫീ യൗമി ഈദൈനി യൗമ ജുമുഅ വ യൗമ അറഫ. അപ്പോൾ ഈ നിലയ്ക്ക് ബഹുമാനപ്പെട്ട ഒരു മറുപടി പറഞ്ഞു, എന്നാ അറഫന്റെ അന്ന് എന്താ പ്രധാന അമല്? അന്ന് നോമ്പല്ലേ? അറഫന്റെ ദിവസം പ്രധാന അമല് നോമ്പല്ലേ? വെള്ളിയാഴ്ച നോമ്പില്ലാന്ന് വിചാരിക്കാം. മറ്റുള്ള ദിവസം അറഫന്റെ അന്നോ ഔദ്യോഗികമായി റസ്മിയായി ഇസ്ലാം ആ പ്രത്യേകമായി ഒരുമിച്ച് കൂടലുകളും നിസ്കാരങ്ങളും ഒക്കെ നിശ്ചയിച്ചിട്ടുള്ള അത് 2 ഈദ്. എന്നാൽ ഈദ് എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥവുമുണ്ട്. മനസ്സിന് സന്തോഷവും ആനന്ദവും ഉള്ള ദിവസം, പ്രത്യേകമായുള്ള ദിവസങ്ങൾ, അതിനൊക്കെ പറയാം. അത് ബഹുമാനപ്പെട്ട ഇന്നത്തെ അത് വിശദീകരിച്ചു. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ബഹുമാനപ്പെട്ട ഉലമാ പറയുന്നു, നോക്ക്, വത്തൻസീസ് അലാ അന്ന തസ്മിയത യൗമി അറഫത യൗമ ഈദ് يغني عن هذا التكلف. فإن إذا مشتق من العود وقيل له ذلك لأنه يعود في كل عام. وقد نقل الكرماني عن الزمخشري أن العيد هو سرور العائد وأقر ذلك. فالمعنى أن كل يوم شرع تعظيمه يسمى عيدا. ശറഈൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാരണത്താൽ ആദരിക്കപ്പെടാൻ ശറആക്കിയിട്ടുള്ള ഏതൊരു ദിവസത്തിനും ഈദ് എന്ന് പറയാം. യാതൊരു വിരോധവുമില്ല. അത് ആദരിക്കുന്ന നോമ്പ് കൊണ്ടാവട്ടെ, അതല്ല മാത്രം, ഇല്ലാത്ത കാലത്തോളം അങ്ങനെ പറഞ്ഞു എന്നതുകൊണ്ട് യാതൊരു വിരോധവുമില്ല. ഫൽമഅന അന്ന കുല്ല യൗമിൻ ശുരിഅ തഅളീമുഹു യുസമ്മാ ഈദാ. തഅളീം ശറആക്കപ്പെട്ടിട്ടുള്ള ഏതൊരു ദിവസത്തിനും ഈദ് എന്ന് പറയാം. ബഹുമാനപ്പെട്ട ഹാഫിദ് തങ്ങൾ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഫത്ഹിൽ വിവരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോ അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം എന്ന് പറയുന്ന ഈ മഹത്തായ അനുഗ്രഹമുണ്ടായ ആ ദിവസത്തെ തഅലീം ചെയ്യണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. മനസ്സിലായി? തഅലീമാക്കപ്പെട്ട ദിവസത്തിന് തഅലീം ചെയ്യാതെ അവിടെ നന്ദി രേഖപ്പെടുത്തുക, അത് ഏത് ഇബാദത്ത് കൊണ്ടുമാവാം, ഇബാദത്തല്ലാത്തത് കൊണ്ടുമാവാം, നല്ല ഉദ്ദേശത്തിലാണെങ്കിൽ മുബാഹായ കാര്യങ്ങളെ കൊണ്ടുവരെ ആവാം എന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ തഅലീം ചെയ്യാവുന്ന, ചെയ്യപ്പെടാൻ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ദിവസത്തിനും വേണമെങ്കിൽ എന്തെന്ന് പറയാം, ആ സന്തോഷ ദിവസം, ആഘോഷം, ഈദ് എന്നൊക്കെ പറയാം എന്നും വളരെ കൃത്യമായി നമുക്ക് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് ഇനി അത്തരം സംശയങ്ങളും അത്തരം പുലമ്പലുകളൊക്കെ ആവശ്യമില്ല. അത്തരം ചർച്ച ആവില്ല. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പറയലാണ്, അവരുടെ ജീവിതത്തെ പഠിപ്പിക്കലാണ്. അത് ഏറ്റവും കൂടുതൽ ലോകത്തോട് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ടുന്ന സന്ദർഭമാണിപ്പോ. അതുകൊണ്ട് ആ അവസരങ്ങളൊക്കെ ഈ ഒരു ചർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെക്കാതെ ഇനിയുള്ള ദിവസങ്ങളെല്ലാം ശക്തമായി, സജീവമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ആദ്യം മുതൽ അവരുടെ
അടിസ്ഥാനം മുതൽ അവരുടെ തുടം മുതൽ ഉടം വരെ അല്ലെങ്കിൽ ഇനി മഹ്ശറയിലുള്ള സംഭവ വികാസങ്ങൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ വിവരിക്കപ്പെടുമ്പോൾ അതിനെ സംബന്ധിച്ച് പഠിക്കുകയും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്രത്തോളം മനസ്സിലാക്കുന്നുവോ അത്രത്തോളമായിരിക്കും റസൂലുള്ളാഹിയോടുള്ള നമുക്കുള്ള അടുപ്പവും നമുക്കുള്ള ബഹുമാനവും നമുക്കുള്ള ആദരവും നമുക്കുണ്ടാവുക. അത് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പറയുന്നില്ല ആള് റസൂലുള്ളാഹിനെ സംബന്ധിച്ച് എന്തത്ര കൂടുതൽ പറയാനുള്ളത്? അതൊക്കെ പറഞ്ഞാൽ നമുക്കൊക്കെ അറിയുന്നത് തന്നെയല്ലേ. അബ്ദുള്ളയുടെ മകൻ, അമിനയുടെ മകൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് പറഞ്ഞാൽ കഴിഞ്ഞ 4 ശബ്ദട്ട സംഗതി കഴിഞ്ഞല്ലോ. അപ്പോ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്ര അധികമൊക്കെ പറയാനുള്ളത് എന്ന് ചിലപ്പോൾ ചിന്തിക്കും. എന്നാൽ വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് എത്ര പറഞ്ഞാലാ മനസ്സിലാവുക? അതല്ല, ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളിൽ ഏറ്റവും അഹ്സനായ, ഏറ്റവും പരിപൂർണനായ സൃഷ്ടി മനുഷ്യനാണല്ലോ. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം വത്തീനി വസ്സൈതൂനി വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. നോക്കണം നിങ്ങൾ, നന്മ, അതിന്റെ ഭംഗി, അതിന്റെ നന്മ, ഇത് രണ്ടും ഹുസ്നിന്റെ അർത്ഥമാണ്. ആ പൂർണ്ണ ആ ഘടനയിൽ എല്ലാ ഐസൂറത്തും വമഅനൻ, ബാഹ്യമായ രൂപത്തിലും ആന്തരികമായ രൂപത്തിലും ഏറ്റവും അക്മലുമായ രൂപത്തിലാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. ഈ ലോകത്തുള്ള മറ്റ് എല്ലാ സൃഷ്ടികളെക്കാളും അക്മലായ രൂപമാണ്. അത് ഖുർആൻ നസ്സാണ് പറഞ്ഞത്. ഈ ലോകത്ത് പലതുമുണ്ട്, പല മഹാത്ഭുതങ്ങളുമുണ്ട്. എന്നാൽ അതിനേക്കാളെല്ലാം അഹ്സനായ, ഏറ്റവും അഹ്സനായ തഖ്വീം ഘടനയാണ് ഐ സൂറത്തൻ വമഅനൻ എന്ന് തഫ്സീറുകൾ നോക്കിയാൽ കാണാം. ബാഹ്യമായും ആന്തരികമായും മനുഷ്യൻ എങ്ങനെയാണ്? ആ മനുഷ്യന്റെ നേതാവാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ ഉണ്ടാകാവുന്ന സകല കമാലുകളും അള്ളാഹു ഈ ലോകത്ത് സൃഷ്ടിക്കുന്ന അവന്റെ ഖൽഖിൽ ഏറ്റവും പൂർണ്ണമായി ഉള്ളതിലാണ്. അതിലപ്പുറം ഒരു കമാലും ഒരു ഹുസ്നും ചിന്തിക്കാൻ പോലും മനുഷ്യന് സാധ്യമല്ല എന്നാണ് അവർ. മനസ്സിലായോ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലേ? അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത് അഹ്സന തഖ്വീമിലാണ്. ഇവിടെ സൃഷ്ടിപ്പിൽ ഉണ്ടാകാവുന്ന ഏറ്റവും പൂർണ്ണമായ ഹുസ്നിൽ പൂർണ്ണത എത്തിയിട്ടുള്ള അവസ്ഥയിലാണ് മനുഷ്യന്റെ സ്വഭാവ ഗുണങ്ങളും അവന്റെ ഉള്ളിലുള്ള ഘടനയും അതിന്റെ ഗുണങ്ങളും വിശേഷണങ്ങളും ഒക്കെ അങ്ങനെയാണ്. സൂറത്തൻ വമഅനൻ എന്ന് തഫ്സീറുകളിൽ കാണാം. ആ മനുഷ്യന്റെ ഏറ്റവും പരിപൂർണരാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലേ? യാതൊരു സംശയമില്ല കാര്യത്തിൽ. മഹാന്മാരായ ഇമ്മത്ത് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി തരുമ്പോൾ അക്മലുൽ ഈ രൂപം അതിലാലും വഖുലുഖൻ സ്വഭാവത്താലും, അഥവാ മഅനൻ എന്ന് നേരത്തെ പറഞ്ഞില്ലേ, അതിലും ഈ ബാഹ്യമായ രൂപത്തിലും ആന്തരികമായ രൂപത്തിലും ഏറ്റവും അക്മലായ വ്യക്തി എന്ന്, ഏറ്റവും പരിപൂർണരായ വ്യക്തിയാണ് റസൂലുള്ളാഹി. ഇത് നമ്മുടെ അയിമത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന്റെ ഖൽഖിൽ ഇതിലും പൂർണ്ണമായ ഒരു ഹുസ്ന് ഇനി വേറെ ചിന്തിക്കാനേ സാധ്യമല്ല. അത് പരിപൂർണ്ണ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അത് ഈ 2 ആയത്തുകൾ വെച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല റസൂലുള്ളാഹി അവരുടെ സൃഷ്ടിപ്പിന്റെ കാര്യത്തിൽ പൂർണ്ണ സംതൃപ്തനായിരുന്നല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ ദുആ ചെയ്തിരുന്നത്? ഇമാം തബറാനി തന്റെ കിതാബ് ദുആയിലും ഇമാം ബൈഹഖി തന്റെ ശുഅബിലും ഒക്കെ റിവായത്ത് ചെയ്ത ഹദീസുകളിൽ കാണാലോ, അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി എന്നാണ്. എന്റെ ഖൽഖിനെ നീ നന്നാക്കി തന്നിട്ടുള്ള ഗുണങ്ങളെ അതിന്റെ കമാലിലേക്ക് എത്തിക്കണം എന്നാണ് പറയുന്നത്. ചില റിവായത്തുകളിൽ അല്ലാഹുമ്മ കമാ ഹസ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി എന്ന് കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഭാവം അത് ഏറ്റവും അളീമായ സ്വഭാവമാണെന്ന് ഖുർആൻ അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഖൽഖൻ വ ഖുലുഖൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഏറ്റവും പരിപൂർണരും എല്ലാ കുട്ടികളും പരിപൂർണരാണ്. ആ സ്വഭാവങ്ങളെ സംബന്ധിച്ച്, ആ ശരീരഘടനയുടെ ഓരോ ഭാഗങ്ങളെ സംബന്ധിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാന്മാരായ അയിമ്മത്ത് അതിനാണ് അതൊക്കെ നമുക്ക് വിവരിച്ചു തന്നത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയുടെ പുരികം എങ്ങനെയായിരുന്നു, കാലെങ്ങനെയായിരുന്നു, വിരലിന്റെ വലുപ്പം എത്രയായിരുന്നു, ഓരോന്നും ഓരോ വിരൽ ഏറ്റ വ്യത്യാസം എത്ര കണ്ട് വ്യത്യാസമുണ്ടായിരുന്നു. ഇതൊക്കെ ഉള്ളംകാല്, അതിന്റെ സ്വരൂപം, വിരലിന്റെ രൂപം. ഇമാം തുർമുദി അവിടുത്തെ ശമാഇലിൽ ബാബു മാ ജാ അധ്യായമായി വരുന്നത്, ആദ്യമായി അധ്യായങ്ങൾ പറയുന്ന ആദ്യത്തെ അധ്യായമായി വന്നത് ബാബു മാ ജാ ഫി ഖൽഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ ശരീരഘടനയെ സംബന്ധിച്ച് പറയുന്ന അധ്യായം എന്നാണ്. അപ്പോ അതിന്റെ ശറഹിൽ ഇമാം മുനാവി പറയുന്നുണ്ട്, എന്താണ് ഈ ബാഹ്യമായ സ്വഭാവത്തെ സംബന്ധിച്ച് ആദ്യം പറയാൻ കാരണം? പറയേണ്ടിയിരുന്നത് അതല്ലല്ലോ പ്രധാനം, സ്വഭാവങ്ങളല്ലേ, ബാഹ്യമായ ശരീരഘടനയല്ല. അതെങ്ങനെയോ ആവട്ടെ ചിന്തത് സ്വഭാവം എങ്ങനെയായിരുന്നു, ജീവിതം എങ്ങനെയായിരുന്നു, എന്തൊക്കെയായിരുന്നു അധ്യാപനങ്ങൾ? അല്ല, ഈ ശരീരത്തിന്റെ പൂർണ്ണത അത് ആ ആന്തരികമായ വിശേഷണങ്ങളുടെ പൂർണ്ണതയുടെ ചിഹ്നമാണ് എന്നാണ്. فقدم الأوصاف الظاهرة على الباطنة مع أن مناط الكمال هو الباطن. ബാത്തിനിന്റെ പൂർണ്ണതയല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ ആവശ്യം. ഒരാള് ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവന്റെ പൂർണ്ണത അവന്റെ സ്വഭാവത്തിന്റെ ചിഹ്നമാണ് ഈ രൂപത്തിന്റെ പൂർണ്ണത. അത് ആ പൂർണ്ണത എത്രയുണ്ടോ അതിനനുസരിച്ചായിരിക്കും ഈ ബാത്തിനിന്റെ കമാല്. അതുകൊണ്ടാണ് ആദ്യം തന്നെ അത് പറഞ്ഞത്. സുലൂകം ബിത്വരീഖി തറഖി വരിആയത്തൻ ലിതർതീബിൽ വുജൂദി ഔ ലിഅന്നഹു അവ്വലു മാ യബ്ദു ലിൽ ഇൻസാൻ വലിഅന്നഹു കദലീലിൻ അലൈഹി വലിദാ ഖീല ഉൻവാനുൽ ളാഹിരി ഉൻവാനുൽ ബാത്തിനി എന്ന്. മനസ്സിലായോ? അപ്പോ ശരീരത്തിന്റെ അഭിക്രമം അത് പഠിക്കുന്ന നമുക്ക് ഇതൊന്നും കൊണ്ട് നമുക്ക് ബോധ്യപ്പെടുമെന്ന് മാത്രം. അല്ലാതെ ഈ നിലക്ക് പൂർണ്ണമായ ഒരു വ്യക്തിത്വത്തെ സംബന്ധിച്ച് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. ഈ ശമാഇലിന്റെ ശറഹിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ മറ്റു ചില ഗ്രന്ഥങ്ങളിലും ജാമിഉ സഗീറിന്റെ ശറഹിലും മറ്റൊക്കെ വിവരിച്ചിട്ടുണ്ട്. അതുപോലെ ഇമാം സുർഖാനി മവാഹിബുൽ ലദുനിയയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത് അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിക്കുക എന്നതിന്റെ പൂർണ്ണ രൂപത്തിൽപ്പെട്ടതാണ് എന്ത്? ഇഅ്തിഖാദു അന്നഹു ലം യജ്തമി ഫീ ബദനി ആദമിയ്യിൻ മിനൽ മഹാസിനിൽ ളാഹിറതി അദ്ദാലതി അലാ മഹാസിനിഹിൽ ബാത്തിന മജ്തമഅ ഫീ ബദനിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ യാതൊരു മനുഷ്യനിലും പൂർണ്ണതകൾ, ആ ബാഹ്യമായ പൂർണ്ണതകൾ അവിടുത്തെ ബാത്തിനിയായ ആന്തരികമായ പരിപൂർണതയുടെ മേല് അറിയിക്കുന്നതുമാണ്. അല അന്നഹു ലം യജ്തമി, ഒരുമിച്ച് കൂടിയിട്ടില്ല, ഫീ ബദനി ആദമിയിൻ, ഒരു മനുഷ്യന്റെ ശരീരത്തിലും, മിനൽ മഹാസിനി, ഹുസ്നുകൾ, ഗുണങ്ങൾ, അല്ലാഹിറ, ഈ ബാഹ്യമായ ഗുണങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടില്ല, അദ്ദാലത്തി അലാ മഹാസിൻ, ആത്മീയമായ പരിപൂർണതകളുടെ മേൽ അറിയിക്കുന്ന ഈ ബാഹ്യമായ പരിപൂർണതകൾ ഒരുമിച്ചുകൂടിയ മറ്റൊരു വ്യക്തിത്വം ഈ ദുനിയാവിൽ ഇല്ല എന്ന് വിശ്വസിക്കണം. മജ്തമഅ ഫീ ബദനിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഒരുമിച്ച് കൂടിയതുപോലെ ഒരുമിച്ച് കൂടിയിട്ടില്ല എന്ന് വിശ്വസിക്കേണ്ടതുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അയിമ്മത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. പലരും ഈ യാഥാർത്ഥ്യം വിവരിച്ചിട്ടുണ്ട്. അതിന് തുല്യമായ ഒന്ന് അതിന്റെ മുമ്പോ ശേഷമോ ഉണ്ടായിട്ടില്ല. ആ രൂപത്തിൽ പരിപൂർണമായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംവിധാനിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ആ വഴിയിൽ വെച്ച് ഒരു ഗോത്രത്തലവൻ തന്നോട് ചോദിച്ചു. ഫനസല ബിഹയ്യിൻ ഫഖാല സയ്യിദുൽ ഹയ്യ് ചോദിച്ചു, സിഫ് ലനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞതായോ എന്ന് പറഞ്ഞു. സിഫ് ലനാ മുഹമ്മദൻ, ആ രൂപം, ആ ബാഹ്യമായ രൂപം ഒന്ന് വിവരിച്ചു തരാൻ പറഞ്ഞു. സിഫ് ലനാ മുഹമ്മദൻ, അപ്പൊ റസൂലുള്ളാഹിയുടെ ആ രൂപമാണല്ലോ.
അപ്പൊ മൂപ്പര് ചോദിച്ചു, ഞാൻ വിശദീകരിച്ച് പറയേണ്ടതുണ്ടോ അതല്ല പിന്നെ ചുരുക്കി പറഞ്ഞാൽ മതിയെന്ന് വെച്ചു. ചുരുക്കാൻ മതി. ഇപ്പൊ ആളും പറഞ്ഞു വിശദീകരിച്ച് പറയാൻ ഇപ്പൊ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് മറ്റാൾ പറഞ്ഞു ഓക്കെ അത് മതി, ചുരുക്കി പറഞ്ഞാൽ മതി. അപ്പൊ പറഞ്ഞു ഫഖാല അർ-റസൂലു അലാ ഖദ്രിൽ മുർസിലി. എന്താണ് ആ വാക്ക്? അർ-റസൂലു അലാ ഖദ്രിൽ മുർസിലി. റസൂല് ആരാന്ന് മനസ്സിലാക്കാൻ ആരാ മുർസില് എന്ന് ആലോചിച്ചാൽ മതിയെന്ന്. അർ-റസൂലു അലാ ഖദ്രിൽ മുർസിലി. റസൂല് ആരാണ്? ആ റസൂലിന്റെ കമാല് മുർസിലിന്റെ അവസ്ഥക്കനുസരിച്ചുള്ള റസൂലായിരിക്കും. അല്ലെ? റസൂലിനെ നോക്കിയിട്ട് മുർസിലിന്റെ മഹത്വം തൂക്കാലോ, അങ്ങനെയാണല്ലോ. അപ്പൊ ഈ റസൂല് ആരായിരിക്കും എന്ന് എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് ചിന്തിക്കാൻ അത് റസൂലുള്ളാഹിനെ റസൂലായി നിയോഗിച്ച ആ റബ്ബ് ആരാണ് എന്ന് ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നുക്സാൻ, ഒരു ന്യൂനത അമ്പിയാക്കളിലേക്ക് ചേർക്കുന്നത് അത് അള്ളാഹുവിന്റെ മഹത്വത്തിനുള്ള ന്യൂനതയാണ്, അള്ളാഹുവിലേക്ക് ചേർക്കലാണ്, അള്ളാഹുവിനെ ചെറുതാക്കലാണ്, അള്ളാഹുവിന്റെ മഹത്വത്തെ ചെറുതാക്കലാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മഹത്വം അത് ഉൾക്കൊള്ളണമെങ്കിൽ റസൂലുള്ളാഹിയുടെ മഹത്വത്തെ അംഗീകരിച്ചേ പറ്റൂ. അതാണ് അയിമ്മത്ത് പറഞ്ഞത്. പൂർണ്ണകാലു അവർ പറഞ്ഞു. എന്താ പറഞ്ഞത്? അയിമ്മത്ത് പറഞ്ഞു, ഉലമാ പറഞ്ഞു, നിർബന്ധമാണ് റസൂലുള്ളാഹിയെ സംബന്ധിച്ച് ഈ നിലക്ക് പരിപൂർണരാണ് എന്ന് വിശ്വസിക്കൽ ഏതൊരു വിശ്വാസിക്കും. ഈ നിലക്കുള്ള വിഷയങ്ങൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാജൂരി അദ്ദേഹത്തിന്റെ പിന്നെ മവാഹിബുൽ ലദുനിയ എന്ന ഗ്രന്ഥത്തിലും മറ്റുമൊക്കെ അതുപോലെ മുല്ലാലി ഖാരിയും ഒക്കെ വിവരിച്ചിട്ടുണ്ട്. അപ്പോ ബഹുമാനികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പറ്റി നമുക്കൊന്നും ഒന്നും തിരിഞ്ഞിട്ടില്ല. എന്താണ് ഈ പറയുന്ന കമാല് എന്ന് തിരിയണമെങ്കിൽ വളരെയധികം ചിന്തിക്കേണ്ടതുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് തിരിഞ്ഞില്ല എന്നെങ്കിലും തിരിയും. നമ്മൾക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നെങ്കിലും ഇനിയും എത്രയോ നമ്മൾ പഠിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, ഖാല ബഅദു സുഫിയ അക്സറുന്നാസി അറഫുല്ലാഹ വമാ അറഫു റസൂലുള്ളാഹ്. പലരും അള്ളാഹനെ മനസ്സിലാക്കി അത്ര പോലും റസൂലുള്ളാഹിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതന്നെ കാരണം എന്ത്? നമുക്ക് തിരിഞ്ഞ് നമ്മളെപ്പോലത്തെ ഒരാൾ എന്നൊരു ധാരണ വെച്ചുപോയി. അപ്പൊ കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചില്ല. ലിഅന്ന ഹിജാബൽ ബശരിയ്യത്തി ഗത്തത് അബ്സാറഹും. ബശരിയത്തിന്റെ മറ അവരുടെ ഇമാം ഖുർത്തുബി നഖൽ ചെയ്യുന്നുണ്ട്, അന്നഹും ലം യൽഹർ തമാമു ഹുസ്നിഹി സ്വല്ലല്ലാഹു ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുസ്നിന്റെ ആ പൂർണ്ണതയുടെ പൂർണ്ണമായ രൂപം, ആ ഭംഗിയുടെ കമാലിന്റെ പൂർണ്ണമായ രൂപം എല്ലാവർക്കും വെളിവായിട്ട് പോലുമില്ല. അങ്ങനെ പൂർണ്ണമായി എല്ലാ വെളിവായിരുന്നുവെങ്കിൽ സഹാബത്തിന് കാണാൻ പോലും കഴിയില്ലായിരുന്നു. ഈ നിലക്കൊക്കെയാണ് അഇമ്മത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു വിശ്വാസം ബഹുമാനവും റസൂലുള്ളാഹിയോട് ഉണ്ടാക്കിയെടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഈമാൻ പൂർണ്ണമാകുന്നത്. അതിനു പകരം ആരെങ്കിലും കുല്യന്നമാന ബശറും മിസ്ലുക്കെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ തോന്നിവാസം വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിന് മറുപടി കണ്ടാൽ പോരാ. അതൊന്നും ഒരു വിഷയമല്ല. അവര് ദീനിനെ സംബന്ധിച്ചോ റസൂലിനെ സംബന്ധിച്ചോ ഒന്നും അവർക്ക് തിരിഞ്ഞിട്ടില്ല എന്നേ മനസ്സിലാക്കേണ്ടതുള്ളൂ. റസൂലുള്ളാഹി എവിടെയോ അതിനേക്കാളൊക്കെ എത്രയോ അകലെയാണ് നിൽക്കുന്നത്. അത് മനസ്സിലാക്കാനാണ് നമ്മൾ ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത്. നിങ്ങൾ ചിന്തിക്കണം, ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ കൂട്ടത്തിൽ അടുത്തറിയുന്നുവോ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാണിച്ചിരുന്ന ബഹുമാനവും ആദരവും. ചില ആളുകൾ പറയല്ലേ, എനിക്ക് ശരിക്കും റസൂലുള്ളാഹിയുടെ മുഖത്ത് നോക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ലെന്ന് അല്ലേ പറയുന്നത്. അവർക്ക് റസൂലുള്ളാഹിയുടെ ജമാലും ആ പ്രകാശവും കൂടുതൽ വെളിവാകുന്നവരായിരിക്കാം. അവർ പറയുന്നത് എന്താണ്? റസൂലുള്ളാഹിയെ ഒന്ന് വിവരിച്ചു തരാൻ പറഞ്ഞാൽ എനിക്ക് കഴിയില്ല. അംർ ഇബ്നുൽ ആസ് തങ്ങൾ പറഞ്ഞു, വമാ കാന അഹദുൻ അഹബ്ബ ഇലയ്യ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു ഉണ്ടായിരുന്നില്ല. എന്നാൽ വമാ കുൻതു ഉതീഖു അൻ അംല ഐനയ്യ മിൻഹു ഇജ്ലാലൻ ലഹു. റസൂലുള്ളാഹിയോടുള്ള ആദരവ് കൊണ്ട്, ബഹുമാനം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കണ്ണിറയെ കാണാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. കണ്ണിറയെ നോക്കി നിൽക്കാൻ എനിക്ക് സാധ്യമല്ല. വലൗ സുഇൽതു അൻ അസിഫഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് വിശദീകരിച്ച് വിശദമായി ഒന്ന് വിവരിച്ചു തരാൻ അവരുടെ വിശേഷം ലഅന്നി ലം അകുൻ അംലഉ ഐനയ്യ മിൻഹു, കണ്ണിറയെ നോക്കി നിൽക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ആ കമാൽ കൂടുതൽ വെളിവാകുന്നതിനനുസരിച്ചാണത്.
ആ കമാല് കൂടുതൽ വെളിവാവുന്നതിനനുസരിച്ചാണ് അതുണ്ടായത്. സഹാബത്തിന്റെ ഇടയിൽ ഈ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട അംറു ബിൻ ആസ് ഇങ്ങനെ പറഞ്ഞെങ്കിൽ വളരെ കൃത്യമായി ഈ ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഈ കമാല് വെളിവാകുന്നതിനനുസരിച്ച് അവർക്ക് അതിന് തടസ്സം നേരിടുകയാണ്. ബഹുമാനപ്പെട്ട റളിയല്ലാഹുവിനാണെന്നാണ് എന്റെ ഓർമ്മ. റസൂലുള്ളാഹിയുടെ മുന്നിൽ ഇമാമായി നമസ്കരിച്ചിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ. റസൂലുള്ള ഇല്ലാത്തപ്പോ ഇമാമത്ത് നിന്നു, റസൂലുള്ള വന്നു, പക്ഷെ ആ നിസ്കാരം തുടർന്നു. അതേ സമയത്ത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ലാത്ത സന്ദർഭത്തിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തുപോയ സന്ദർഭത്തിൽ അവിടെ ഇമാമത്ത് നിൽക്കുകയാണ്. കൈകെട്ടിയതിനു ശേഷം റസൂലുള്ള തിരിച്ചു വന്നു എന്ന വിവരം അറിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പിന്നിലേക്ക് മാറി നിൽക്കുകയാണ്. റസൂലുള്ള അവിടെ തന്നെ നിൽക്കുന്നു. കാനത്തിന് നിസ്കാരം പൂർത്തിയാക്കാൻ പറഞ്ഞു. അത് അംഗീകരിക്കാതെ ബഹുമാനപ്പെട്ട ഒരു ബേക്കിലേക്ക് മാറി നിന്നു. റസൂലുള്ള മുന്നിൽ കയറി നിന്നു. റസൂലുള്ള ഇമാമായി നിസ്കരിച്ചു. ഇത് കഴിഞ്ഞ സംഭവം സുദീർഘമാണ്, നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. നിങ്ങൾ വ്യത്യാസം മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്തേ സിദ്ദീഖേ, നിങ്ങളോട് ഞാൻ അവിടെ തന്നെ നിസ്കരിക്കാൻ പറഞ്ഞപ്പോ മാലക യാ അബൂബക്കർ, എന്തേ അബൂബക്കറെ ഞാൻ അവിടെ തന്നെ നിസ്കരിക്കാൻ പറഞ്ഞപ്പോൾ എന്താ അതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി നിങ്ങൾ നോക്ക്. എന്താ പറഞ്ഞത്? അത് സാധിക്കുന്ന കാര്യമല്ല, അതിനെന്റെ മനസ്സനുവദിച്ചില്ല, അതിനെനിക്ക് സാധ്യമല്ല, അതുകൊണ്ടാണ് ഞാൻ മാറി നിന്നത്. ലാ യൻബഗി ലിബ്നി അബീ ഖുഹാഫ, അബൂ ഖുഹാഫന്റെ മകന് അതിന് സാധ്യമല്ല. തന്റെ ശരീരത്തെ അങ്ങേയറ്റം നിസ്സാരവൽക്കരിച്ചുകൊണ്ട് റസൂലുള്ളാഹി എന്ന് ഇസ്ലാം മത പ്രഖ്യാപനം നടത്തിയോ അന്ന് മുതൽ മുസ്ലിമായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിയെ ശരീരം കൊണ്ടും റസൂലുള്ളാഹിയുടെ ബോധം ഗ്രഹിത വീണനായ റളിയല്ലാഹു അൻഹു ആ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി തന്നെ ഒരുപാട് വട്ടം അവരുടെ മഹത്വങ്ങൾ ഇങ്ങനെ പറയാറ്, ഖുത്ബയിലും മറ്റുമൊക്കെ ആയിട്ട് പ്രസംഗങ്ങളിലൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു ഖുറൈശിയാണ്, എല്ലാ പോരിശയുണ്ട് പ്രത്യക്ഷത്തിൽ ചിന്തിച്ചാൽ. പക്ഷെ റസൂലുള്ളാഹിന്റെ കമാല് മനസ്സിലാക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റസൂൽ എവിടെ കിടക്കുന്നു, അബൂ ഖുഹാഫന്റെ മോൻ അബൂബക്കർ എവിടെ കിടക്കുന്നു എന്ന് ചിന്തിച്ച മഹാനാ. ആ നിലത്താണ് അവർ മനസ്സിലാക്കിയത്. റസൂലുള്ളാഹിനെ ഏറ്റെടുത്താണ്. അപ്പോൾ അതിനെ മുന്നിൽക്കാനില്ല, തങ്ങൾക്ക് കാണില്ലെങ്കിൽ വന്നതും റസൂലുള്ളാഹിയെ അറിഞ്ഞതിന്റെ ഗുണമാണ്. മനസ്സിലായോ? അങ്ങനെ അറിയുന്നതിനനുസരിച്ചാണ്. അത് തന്നെയാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളും പറഞ്ഞത്. ഒപ്പം നിസ്കാരത്തിൽ ഒപ്പം നിർത്തി, സുന്നത്ത് നിസ്കരിക്കുമ്പോ പോയി തുടർന്നു, തഹജ്ജുദ് നിസ്കരിക്കുമ്പോ അപ്പൊ ഇങ്ങനെ ഒപ്പം നിർത്തിയപ്പോ മൂപ്പര് പിന്നിൽ തന്നെ മാറി. ഒപ്പം നിൽക്കാൻ പറഞ്ഞപ്പോ നിന്നില്ല, പിന്നിൽ തന്നെ നിന്നു. അപ്പോൾ ചോദിച്ചു, എന്താണ് പിന്നിൽ നിൽക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ, ഇങ്ങോട്ട് അടുത്ത് നിൽക്കായിരുന്നു എന്താന്ന് ചോദിച്ചപ്പോ ആ മോൻ പറഞ്ഞു, ചെറിയ കുട്ടിയാണ്, പക്ഷെ റസൂലുള്ളാഹിനെ അടുത്തറിഞ്ഞ കുട്ടിയാണ്. എന്റെ കണ്ണിൽ അങ്ങേക്കുള്ള ബഹുമാനം, ആദരവ് വളരെ വലുതാണ്. അങ്ങേക്കൊപ്പം നിൽക്കാനൊന്നും ഞാനില്ല, ഒരിക്കലും അതിന് ഞാൻ യോഗ്യനല്ല, അത് ശരിയല്ല എന്ന് മനസ്സിലാക്കി. ഈ നിലയ്ക്ക് മഹാന്മാരായ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കുന്നതിലും ഏറ്റവും വ്യത്യാസമുണ്ടായിരുന്നു. ആ മനസ്സിലാക്കിയതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലും സ്വഭാവ രീതികളിലും വ്യത്യാസമുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കലാണ് നമ്മുടെ ആവശ്യം. ആദ്യമാണ് ആ പ്രകാശത്തെയാണ് ആദ്യമായി സൃഷ്ടിച്ചത്. എന്നിട്ട് അമ്പിയാക്കളിലൂടെ, മഹത്തുക്കളായ ആളുകളിലൂടെ, നല്ലവരായ ശിർക്ക് ചെയ്യാത്ത ആളുകളിലൂടെ ആ നൂറിങ്ങനെ കടന്നു വന്നു. നല്ലവരിലൂടെ കടന്നു വന്നു. വലം യൽതഖിയ അലാ സിഫാഹിൻ ഖത്ത്, നല്ലവരായ ആബാജിദാദിലൂടെ കടന്നു വന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നൂറ് ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് നൂറു നബിയിക, നിന്റെ പ്രവാചകനായ ഇസ്ലാമിനെ സൃഷ്ടിച്ചപ്പോൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആദം അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ, അവർ പരമ്പരയിലൂടെ, നല്ലവരായ പരമ്പരയിലൂടെ അതിങ്ങനെ കടന്നു വന്നു. അവസാനം ബഹുമാനപ്പെട്ട അബ്ദുള്ള, ആമിന എന്ന് പറയുന്ന മാതാപിതാക്കളിലൂടെ ഈ ലോകത്തേക്ക് പുറത്തു വരികയാണ്. പുറത്തു വരുമ്പോൾ തന്നെ മഹാത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് പുറത്തു വന്നു. ഗർഭം ധരിച്ചപ്പോൾ അത്ഭുതങ്ങളുണ്ടായി, അതിന്റെ മുമ്പ് അത്ഭുതങ്ങളുണ്ടായി. ഇർഹാസാത്തുകൾ പലതും സംഭവിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുല കൊടുക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഹലീമത്ത് സഅദിയ എന്ന് പറയുന്ന മഹദി, ആ മഹാഭാഗ്യവതി, അവർ പറയാണ്, ഞങ്ങൾ കുട്ടികളെ തേടി, കുട്ടികളെ മുല കൊടുക്കാനുള്ള സമ്പന്നരായ മക്കളുടെ കുട്ടികളെ കൊണ്ടുപോയി മുല കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും വരുമാനങ്ങളൊക്കെ ഞങ്ങളുടെ വരുമാന മാർഗം. അപ്പൊ അങ്ങനെ ഞങ്ങൾ ബനൂ സഅദ് ഗോത്രത്തിൽപ്പെട്ട കുറെ ആളുകൾ അങ്ങനെ കുട്ടികളെ തേടിപ്പോയി.
എനിക്ക് കുട്ടികളൊന്നും കിട്ടില്ല. ഞാൻ സ്വാഭാവികമായും കുറച്ച് പ്രയാസമുള്ള ഘട്ടമായിരുന്നു ശാരീരികമായി. ഇതുകൊണ്ടോ മറ്റോ എനിക്ക് കുട്ടികളെ കിട്ടിയിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു യതീമുണ്ട്, യതീമായ ഒരു കുട്ടി, അബ്ദുൽ മുത്തലിബിന്റെ യതീം എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് വിവരം കിട്ടുന്നത്. അപ്പോ ഞങ്ങൾ സാധാരണ പിതാക്കളോ മാതാപിതാക്കളൊക്കെ ഉള്ള അവരുടെ ആ കുടുംബത്തിൽ നിന്നുള്ള സമ്പത്തും മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടും, അതിനാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ യതീമാകുമ്പോ പലർക്കും ഇഷ്ടപ്പെടില്ല. പക്ഷെ ഈ കുട്ടിയെ സംബന്ധിച്ച് എടുക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചു. അപ്പൊ അത് ചിന്തിച്ചപ്പോ എന്റെ മനസ്സിൽ എന്തോ ഒരു സന്തോഷമുണ്ടായി. എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ അബ്ദുലിബാണ് ആദ്യം എന്നോട് അബ്ദുൽ മുത്തലിബിനോട് ഞാൻ സമ്മതം മൂളിയപ്പോൾ അബ്ദുൽ മുത്തലിബ് ആമിന ബീവിയുടെ വീട്ടിലേക്ക് എന്നെയും കൂട്ടിപ്പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്ക്, അവിടെ ചെന്ന് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട അലീമത്തു സഅദി റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ആ കുട്ടി ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആ വിവരം ഞാൻ ഇങ്ങനെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഖദഫല്ലാഹു ഫീ ഖൽബി ഫറഹൻ വസുറൂറ, ഈ കുട്ടിയെ സംബന്ധിച്ച് കേട്ടപ്പോൾ തന്നെ എന്റെ മനസ്സിൽ എന്തോ ഒരു സന്തോഷമുണ്ടായി. നിറഞ്ഞ ഒരു വെള്ള വസ്ത്രത്തിൽ ചുറ്റി ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവുന്ന ആ പിഞ്ചുമോൻ അന്ന് അവിടെ അപ്പൊ കിടന്നുറങ്ങ. അപ്പോ യഫൂഹു മിൻഹു റായിഹത്തുൽ മിസ്ക്, അവിടെ അങ്ങോട്ട് കടന്നപ്പോൾ എന്തൊരു സുഗന്ധമാണ്, കസ്തൂരിയുടെ പരിമളം പരത്തുന്ന റൂം. ആ കുട്ടിയാണ് അവിടെ കിടക്കുന്നത്. സാധാരണ കുട്ടികൾ കീഴെടുത്തിട്ട് പോയാൽ എന്തായിരിക്കും, എന്തിന്റെയൊക്കെ മണമായിരിക്കും ഉണ്ടാകുക, അടിച്ചു വീശുന്നു. റായിഹത്തുൽ മിസ്കി, മിസ്കിന്റെ മണം. ഫഅശ്ഫഖ്തു അൻ ഉഖിദഹു മിൻ നൗമിഹി ലിഹുസ്നിഹി വജമാലിഹി. നോക്ക് നിങ്ങൾ, ആ കുട്ടിയുടെ അഴകും പൂർണ്ണതയും കണ്ടുകൊണ്ട് ആ കുട്ടിയെ ഉണർത്താൻ എന്റെ കൈകൂടിയില്ല. ആ കുട്ടിയെ വിളിച്ചുണർത്താൻ എന്റെ മനസ്സ് കൂടുന്നില്ല. ലിഹുസ്നിഹി, ഇങ്ങനെ ആ ചന്തം കണ്ട് ഞാനിങ്ങനെ നോക്കി നിൽക്കുക. ആ കുട്ടിയുടെ ചന്തം കണ്ടുകൊണ്ട്, ആ കുട്ടിയുടെ ഭംഗി കണ്ടുകൊണ്ട്, ആ കുട്ടി കണ്ട് ആ സൗന്ദര്യം കണ്ട് ഞാനിങ്ങനെ നോക്കി നിന്നു. ഉണർത്താൻ എനിക്ക് തോന്നിയില്ല. പിന്നെ എനിക്ക് എടുത്തു കൊണ്ടുപോകണല്ലോ. കുറച്ചു നേരം കാത്തുന്നതിന് ശേഷം ആ കുട്ടിയുടെ നെഞ്ചത്ത് എന്റെ കൈവച്ചു. ആ കുട്ടിയുടെ നെഞ്ചത്ത് എന്റെ കൈവച്ചപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണു തുറന്നു. ആ പിഞ്ചുമോന്റെ നെഞ്ചത്ത് ഞാൻ കൈവച്ചു. നല്ല പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണങ്ങൾ തുറന്നു. ഹലീമ ബിബി അന്ന് പറയുന്നു, അന്നത്തെ സംഭവം പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് കണ്ണിൽ ആ പിഞ്ചുബാലൻ, ചെറിയ കുട്ടി മുല കൊടുക്കാൻ വേണ്ടിയല്ലേ കൊണ്ടുപോകുന്നത്. ആ കുട്ടിയുടെ കണ്ണിൽ നിന്ന് ഒരു പ്രകാശം കണ്ണിൽ നിന്ന് പുറപ്പെട്ടു. നൂറുൻ, ഒരു വലിയ പ്രകാശം പുറപ്പെട്ടു. അതങ്ങ് പൊന്തിപ്പോകുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഹത്താ ദഖല ഖിലാല സമാ, ആകാശത്തേക്ക് ഉയർന്നു പോകുന്നത് പോലെ എനിക്ക് അത്ഭുതപ്പെട്ടു. വഅന അൻദുറു, ഞാൻ ഇങ്ങനെ നോക്കി നിന്നു. അത് അപ്പൊ ഫഖബ്ബൽതുഹു, ഞാൻ ആ കുട്ടിയെ വാരിപ്പുണർന്ന് ചുംബിച്ചു. ബൈന ഐനൈഹി, ആ കുട്ടിയുടെ രണ്ട് കൺതടങ്ങളിൽ ഞാൻ ചുംബിച്ചു. വാഖൽതുഹു, ആ കുട്ടിയെ എടുത്ത് ഞങ്ങൾ നടന്ന് തിരിച്ചു പോയി. നോക്കണം, ആ കുട്ടിയെയും എടുത്ത് ഞങ്ങൾ തിരിച്ചു പോന്നു. ആ ചെറിയ കുട്ടിയായി മുല കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി എടുക്കാൻ ചെന്ന സന്ദർഭത്തിലുണ്ടായ രംഗാണ് ഈ പറയുന്നത്. ആ ചന്തം കണ്ടിട്ട്, ആ കുട്ടി കെടുക്കുന്ന രംഗം കണ്ടിട്ട് എനിക്ക് ആ കുട്ടിയെ ഉണർത്താൻ തോന്നിയില്ല. ഞാനിങ്ങനെ നോക്കി നിന്നു. നോക്ക്, അഹ്സനുന്നാസി അക്മലുന്നാസി ഖൽഖൻ വഖുലുഖാ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അത് ഒരു പൂർണ്ണ യുവാവും അവസ്ഥ. ആ കുട്ടി എങ്ങനെ കണ്ടപ്പോ നോക്കി നിന്നു പോകുന്ന അവസ്ഥ ഹലീമ ബിബി റളിയല്ലാഹു തആല അൻഹ വിവരിക്കുകയാണ്. പിന്നെന്താ പറയാനുള്ളത്? അത് തന്നെയല്ലേ സഹാബത്ത് പിന്നീട് വിവരിച്ചത്. ബഹുമാനപ്പെട്ട സഹാബത്ത് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു തആല അൻഹു പറയാ, ഞാൻ റസൂലുള്ളാഹിനെ കണ്ടു ഫീ ലൈലത്തിൽ അൽഹിയാൻ, നല്ല നിലാവെളിച്ചമുള്ള ഒരു രാത്രിയിൽ. അപ്പൊ ഇങ്ങനെ കാണും, മേലെ ആകാശത്ത് ചന്ദ്രനുണ്ട്. നോക്കും, ഒന്നിങ്ങോട്ടും നോക്കും, പിന്നെ അങ്ങോട്ടും നോക്കും. ഏതാണ് കൂടുതൽ എങ്കുന്നത്, ഏതാണ് കൂടുതൽ പ്രസരിക്കുന്നത്, സൗന്ദര്യം പ്രസരിക്കുന്നത് എന്ന്
റസൂലുള്ളാഹി ചുവന്ന വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു ഫഇദാ ഹുവ ഇൻദി അഹ്സനു മിനൽ ഖമർ, ഈ പ്രകാശം ചൊരിഞ്ഞ് ആകാശത്ത് പുഞ്ചിരിച്ചു നിൽക്കുന്ന പൂർണ്ണചന്ദ്രനേക്കാളും സൗന്ദര്യം ചൊരിയുന്നത് സൗന്ദര്യം നോക്കണം. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ രൂപങ്ങളും ശരീരഘടനകളും വിവരിക്കുന്നിടത്ത് പല രൂപത്തിൽ കാണാം. കാന അബിയള അസ്ഹറൽ ലൗനി, അബിയള മലീഹൻ എന്നൊക്കെ കാണാം. ഇത് ഓരോരുത്തർക്ക് അനുഭവപ്പെടുന്ന ഏറ്റവും സൗന്ദര്യമുള്ള ഒരു പൂർണ്ണമായ രൂപം. ഇത് പലർക്കും അവരുടെ നോട്ടത്തിനനുസരിച്ച് അവർ മനസ്സിലാക്കുന്നത് ഖുർബിന്റെ മനസ്സിലായിട്ടുമില്ല എന്നാണ് നമ്മുടെ ഉലമാ വിവരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് തിരിയുന്ന ഒരു സ്വഭാവത്തിൽ, ഒരു രൂപത്തിൽ ഇങ്ങനെ, കാരണം അവർക്ക് ബന്ധപ്പെടണമല്ലോ റസൂലുള്ളാഹിയെ, ആ രൂപത്തിൽ ഇങ്ങനെ നിലനിർത്തിയെന്ന് മാത്രം. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹഖ് ദഹ്ലവി അദ്ദേഹത്തിന്റെ മദാരിജുൻ നുബുവ എന്ന ഗ്രന്ഥത്തിൽ അബിയള മലീഹൻ എന്ന് പറയുന്ന അങ്ങനെ ഒരു വായത്തുണ്ട്. അബിയളായിരുന്നു, വെളുത്ത മലീഹായിരുന്നു. നല്ല അല്ലെങ്കിൽ എന്താ പറയാ, ഒരു പ്രത്യേക ആനന്ദമുള്ള എന്നൊക്കെ അർത്ഥം കൊടുക്കാം. അപ്പോ കാഴ്ചക്ക് ഉള്ള രൂപം ആദ്യം പറഞ്ഞു. പിന്നെ റസൂലുള്ളാഹിയെ കാണുമ്പോഴും അവരെ കൂടെ ഇരിക്കുമ്പോഴും അവരുമായി ഇടപഴകുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ശരീരത്തിനും മനസ്സുണ്ടാകുന്ന ഒരു പ്രത്യേകമായ ഒരു അവസ്ഥയിലേക്കാണ്, പ്രത്യേകമാകുന്ന ഒരു ആനന്ദത്തിലേക്കാണ് ആ മലീഹ് എന്ന പദം അതുപോലെയുള്ള പദങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. നിനക്ക് അല്ലാഹു ഹലീമ ബീവി പറഞ്ഞ് നമ്മൾ നേരത്തെ കണ്ടു. ഹലീമ ബീവി ആ റൂമിലേക്ക് അങ്ങോട്ട് കടന്നപ്പോ തന്നെ സുന്ദരമായ മണാണ്. പിന്നെ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് ലമ്മാ ദഖൽതു ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ മൻസിലി, റസൂലുള്ളാഹിയെയും കൊണ്ട് എന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് കടന്നപ്പോൾ, ഇവിടുന്ന് കുട്ടിയെ എടുത്തു പോയി. എങ്ങോട്ട് പോയി? അവരുടെ ബനൂ സഅദ് ഗോത്രത്തിലേക്ക് പോയി. അങ്ങനെ എന്റെ വീട്ടിലേക്ക്, കുടിലിലേക്ക് അങ്ങോട്ട് കടന്നു. അപ്പോൾ ലം യബ്ക മൻസിലും മിൻ മനാസിലി ബനി സഅദ് ഇല്ലാ ശനാഅൽ മൽകി ഫീ ഖുലൂബിൻ നാസി ഹത്താ ഇദാ നസല ബിഹി حتى إن أحدهم كان إذا نزل به أذى في جسده أخذ كفه صلى الله عليه وسلم فيضعها على موضع الأذى فيبرأ بإذن الله تعالى سريعا وكذلك إذا اعتل لهم بعير أو شاة. സീറത്തുൽ ഹലബിയിൽ കാണാം ഈ സംഭവങ്ങളൊക്കെ. അതൊക്കെ നോക്കണം. ഉള്ളിലേക്ക് കടന്നപ്പോൾ ആ ബനൂ സഅദ് ഗോത്രത്തിൽപ്പെട്ട മുഴുവൻ വീടും സുഗന്ധം വമിക്കാൻ തുടങ്ങി നാം. ആ പരിസരമൊക്കെ എന്റെ വീട് മാത്രമല്ല, അങ്ങോട്ട് ചെല്ലേണ്ട താമസം ലം യബ്ക മൻസിലും മിൻ മനാസിലി ബനി സഅദ്. ബനൂ സഅദ് ചെറിയ കുട്ടികളുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. ബനൂ സഅദ് ഗോത്രത്തിന്റെ വീട്, അവരുടെ വീടുകളിൽ പെട്ട ഒരൊറ്റ വീടും ശേഷിച്ചില്ല. ഇല്ലാ ശഖിയത്തു മഹബ്ബത്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഒരു പ്രത്യേക മഹബ്ബത്ത്. ആ കുട്ടിയോട്, ആ പൈതലിനോട്, അന്ന് റസൂലുള്ളാഹൊന്നും അവർക്കറിയില്ലല്ലോ, ആ പിഞ്ചു പൈതലിനോടുള്ള ഒരു മഹബ്ബത്ത്, ആ ഒരു പ്രത്യേക ആദരവ്, ഐ ഇഅ്തിഖാദു ബറക്കത്തിഹി എന്നർത്ഥം. ഒരു ബറക്കത്തുള്ള കുട്ടിയാണ് എന്നൊരു വിശ്വാസവും അതിന്റെ പേരിലുള്ള ഒരു ആദരവും ബഹുമാനമൊക്കെ ഫീ ഖുലൂബിൻ നാസി, ഞങ്ങളെ നാട്ടുകാരുടെ മനസ്സിലൊക്കെ അത് പരന്നു. ഹലീമാക്ക് കിട്ടിയ കുട്ടി ഭയങ്കര കുട്ടിയാണ് പറയുന്നു. എല്ലാവരും റസൂലുള്ളാഹിയെ സ്നേഹിച്ചു. കാന ഹത്താ ഇന്ന അഹദഹും, ആ ബനൂ സഅദ് ഗോത്രത്തിൽപ്പെട്ട ഒരാൾ, കാന ഇദാ നസല ബിഹി അദൻ, എന്തെങ്കിലും ബുദ്ധിമുട്ട് അവർക്കുണ്ടായാൽ, ഫീ ജസദിഹി, അവരുടെ ശരീരത്തിൽ, അഖദ കഫഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ വീട്ടിലേക്ക് വരും. ഇതൊക്കെ പിന്നീട് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം വിവരിക്കല്ലേ, അപ്പൊ ആ അതോടുകൂടെ വിവരിക്കാം. ഈ വീട്ടിലേക്ക് വരും. എന്നിട്ട് ഈ പിഞ്ചു പൈതലിന്റെ കൈയെടുത്തുകൊണ്ട് ആ മുറി അസുഖമുള്ള ഭാഗത്തും ഇങ്ങനെ തലോടും, ആ കൈ കൊണ്ടൊന്ന് തലോടും എന്ന്. അപ്പൊ ഫയബ്റഉ ബിഇദ്നില്ലാഹി സരീഅൻ, പെട്ടെന്ന് തന്നെ സുഖാകും. വകദാലിക ഇദാ അത്തല്ല ലഹും ബഈറുൻ ഔ ശാത്തുൻ ഇൻതഹാ, വകദാലിക ഇദാ അത്തല്ല ലഹും ബഈറുൻ ഔ ശാത്ത്. ഇങ്ങനെ തന്നെയായിരുന്നു അല്ലെ, ഒരു മൃഗത്തിനോ ബഈർ ഒട്ടകത്തിനോ ആടിനോ ഒക്കെ അസുഖം ഉണ്ടായാലും അവരിങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ബനൂ സഅദ് ഗോത്രത്തിൽ മുലപിക്കാൻ പോയ കാലഘട്ടത്തിൽ ഉണ്ടായ സംഭവങ്ങൾ ആ ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ എന്തെല്ലാം, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഒക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് റസൂലുള്ളാഹിയെ ലൗ നാസബത് ഖദ്റഹു ആയാതുഹു ഇളമ അഹ്യസ്മുഹു ഹീന യുദ്ആ ദാരിസ് റിമമി എന്ന് ഇമാം ബുസൂരി തങ്ങൾ പറഞ്ഞത് എത്ര വാസ്തവമാണ്.
റസൂലുള്ളാഹിയുടെ മഹത്വത്തിനനുസരിച്ച ആയാത്ത് മുഅ്ജിസാത്തുകളെങ്ങാനും തങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ, അള്ളാഹ് കൊടുത്തിരുന്നുവെങ്കിൽ, തങ്ങളുടെ പേര് കേട്ടാൽ ഖബറിൽ ദ്രവിച്ചു കിടക്കുന്ന മൃതശരീരങ്ങൾ അവര് ജീവൻ വെച്ച് പുറത്തു വരുമായിരുന്നു എന്നാണ്. ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ നിലക്ക് ഇതന്നെ, ഇതിൽ രണ്ട് സംഭവങ്ങൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹു എത്ര, അല്ലെങ്കിൽ ഇപ്പൊ എന്താ പോയി വാസനയിലൊക്കെ ഉള്ളത്, അത്ര വരട്ടിയ പോലെ ആ വാസന പോലും അവരുടെ സുഗന്ധം, അത് സുഗന്ധത്തെക്കാൾ മറ്റു ചിലരൊക്കെ പറഞ്ഞ അമ്പറിനേക്കാളും മിസ്കിനേക്കാളും ഒക്കെ ആയിരുന്നു റസൂലുള്ളാഹിക്കുള്ള സുഗന്ധത്തിന്റെ വേർപ്പിന്റെ പരിമളം. അത് അത്തർ പൂശിയത് സുഗന്ധം പൂശിയിട്ടുള്ളല്ല. ഖാല ഇമാം അൻ-നവവി ഫി ശർഹ് മുസ്ലിം വഫി ഹാദിഹി അഹാദീസ് ബയാൻ തീബ് റീഹിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ മിമ്മാ അക്റമഹു അല്ലാഹു തആല. അള്ളാഹ് ആദരിച്ചതാണത്, അല്ലാതെ അത്തർ പുരട്ടിയത് കൊണ്ടല്ല. ഖാല ഉലമാഉ കാനത് ഹാദിഹി الريح الطيبة صفته صلى الله عليه وسلم وإن لم يمس طيبا. എന്തിനാ ഇത്? അള്ളാഹു എത്ര, അതാണ് ഖാലിദ് ഇബ്നു വലീദ് തങ്ങൾ പറഞ്ഞത്, അർ-റസൂലു അലാ ഖദ്രി, എല്ലാ അർത്ഥത്തിലും ഒരു നേരിയ ഒരു ദുർഗന്ധം പോലും അല്ലെങ്കിൽ ഒരു വേർപ്പിന്റെ മണം പോലും എന്റെ ഹബീബാകുന്ന, എന്റെ റസൂലാകുന്ന, ഭൂമിയിലെ എന്റെ ഖലീഫയായി ലോകത്തിന് എന്നെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ അയക്കുന്ന പ്രവാചകനിൽ നിന്ന് ഉയരാൻ പാടില്ല, പുറത്തു വരാൻ പാടില്ല എന്ന് പറഞ്ഞ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേർപ്പിന്റെ മണത്തെ പോലും ഇത്ര സൗന്ദര്യമാക്കിയെങ്കിൽ, ഇത്ര പരിമളാക്കി റസൂലിന്റെ സ്വഭാവത്തിലും ജീവിതത്തിൽ ആ വരകളുണ്ടെന്ന് പറഞ്ഞു. ആദ്യം എത്ര വലിയ ധിക്കാരിയാണ് അതിന് തെണ്ടി നടക്കുന്നവൻ, അത് പരിശോധിക്കാൻ വേണ്ടി അത് പ്രചരിപ്പിക്കാൻ വേണ്ടി നടക്കുന്നവൻ. നാം ചിന്തിക്കണം, വളരെ ഗൗരവമുള്ള വിഷയമാണ്. ആ ഓരോ കാര്യങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഫിഖ്ഹിനെ മനസ്സിലാക്കണം. ഒരു വേപ്പിന്റെ മണം പോലും ഇത്ര ശുദ്ധമായിരിക്കണം എന്ന് അല്ലാഹു തആല കർക്കശമായി തീരുമാനിച്ചു എന്നല്ലേ ഇതിന്റെ അർത്ഥം? അത് എന്നും എല്ലാ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി 2-3 ദിവസം കഴിഞ്ഞാൽ കുളിപ്പിക്കുന്നത്. വസൽതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിനെ കുളിപ്പിച്ചത്. ഫദഹബതു അൻദുറു മാ യകൂനു മിനൽ മയ്യിത്തി, മയ്യിത്ത് 2-3 ദിവസത്തെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ എന്തുണ്ടാവുകയാണാവോ എന്ന് ഞാൻ നോക്കി. ഫലം അജിദ് ഷൈഅൻ, അങ്ങനെ ഒരു സംഗതിയും ഞാൻ കണ്ടില്ലെന്ന് മാത്രമല്ല, ഫഖുൽതു, ഞാൻ പറഞ്ഞു, തിബ്ത ഹയ്യൻ വമയ്യിത, ജീവിതകാലത്തും വഫാത്തിന് ശേഷം ഒരേപോലെ നിലനിൽക്കുന്നു അങ്ങയുടെ തീബ്. കുളിപ്പിക്കാനെടുക്കുന്ന സന്ദർഭത്തിൽ ഒരു പ്രത്യേകമായ സുഗന്ധവും പരിമളവും അവിടെ പൊന്തി വന്നു. ലം നജിദ് മിത്ലഹാ ഖത്തു, അതുപോലത്തത് അതിന് മുമ്പുണ്ടായിട്ടില്ല. ഉമ്മു സലമ ബീവി പറയുന്നുണ്ട്, വളഅതു യദി അലാ സദരി റസൂലില്ലാ, റസൂലുള്ളാഹി വഫാത്തായോ ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്, റസൂലുള്ളാഹിയുടെ ശ്വാസം നിലച്ചോ എന്നറിയാൻ വേണ്ടിയിട്ട് കൈവച്ച് നോക്കിയത് ഉമ്മു സലമ ബീവിയാണ്. ഞാൻ റസൂലുള്ളാഹിയുടെ നെഞ്ചത്ത് കൈവച്ചു നോക്കിയവളാണ്. ഖദ് മർറത്ത് അലയ്യ ജുമഅ, ഒരുപാട് ആഴ്ചകൾ പോയി. ആക്കുലു അതവല്ലോ, ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ട്, ഒതുകൊടുക്കാറുണ്ട്, മറ്റു പലതും ചെയ്യാറുണ്ട്. പക്ഷെ മാ യദ്ഹബു റീഹുൽ മിസ്കിനി യദി, ആ മിസ്കിന്റെ വാസന എന്റെ കയ്യിൽ നിന്ന് പോയിട്ടില്ല എന്ന്. മനസ്സിലായോ? ഇത് ഇമാം ബൈഹഖി റിവായത്ത് ചെയ്തിട്ടുണ്ട്, ഇമാം സുയൂത്തി ഖസായിസിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ ഇംതാഉൽ അസ്മായിൽ കാണാം. ഇതുപോലെ മറ്റ് തഖിയുദ്ദീൻ അഹ്മദ് ഇബ്നു അലി അൽ മഖ്രിസിയുടെ അങ്ങനെ പല ഗ്രന്ഥങ്ങളിലും കാണാം. ഇങ്ങനെ രണ്ടും ഞാൻ പറഞ്ഞുള്ളൂ, ഇങ്ങനെ ആ ഖൽഖിൽ പരിപൂർണത അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുപ്പം മുതൽ ഈ ലോകത്തേക്ക് വന്നയിടം മുതൽ വഫാത്തായ സന്ദർഭത്തിലടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കമാൽ കാത്തു സൂക്ഷിച്ചു. ആ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ജീവിതം സമുദായത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ചു, അല്ലാഹുവിന് വേണ്ടി നീക്കിവെച്ചു, എല്ലാം സഹിച്ചു. അതിനുവേണ്ടി ഈ ഉമ്മത്തിനോട് ഏറ്റവും കാരുണ്യം, വിഷാദിയായ ആഗ്രഹത്തോടുകൂടെ അവര് പിന്തിരിഞ്ഞു പോകുന്നത് കാണുമ്പോൾ റസൂലുള്ളാഹിക്ക് വല്ലാത്ത വിഷമം അനുഭവപ്പെട്ടു. ആ നിലക്ക് വേദനയോടുകൂടെ, അങ്ങേയറ്റത്തെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ഉത്തരവാദിത്തം നിർവഹിച്ചു. നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് ഈ ഉമ്മത്തിനോടുള്ള കാരുണ്യം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വട്ടമാണ് കരഞ്ഞിട്ടുള്ളത്? ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞിട്ടുള്ളത്. ഉമ്മത്തി ഉമ്മത്തി.
എന്ന് പറഞ്ഞ് സന്ദർഭം. ഇബ്രാഹിം എന്ന് പറയുന്ന ആൺകുട്ടികൾ അതിനു മുമ്പ് ജനിച്ചവരൊക്കെ മരിച്ചുപോയി. അവസാനം പിന്നീട് വളരെ ആശിച്ച് മോഹിച്ച് കിട്ടിയ ഇബ്രാഹിം എന്ന് പറഞ്ഞ സുന്ദരനായ ആ കുട്ടി അതും ആ ചെറുപ്രായത്തിൽ തന്നെ വഫാത്താകുകയാണ്. റസൂലുള്ളാഹിക്ക് വല്ലാത്ത വേദനയുണ്ടായി, വല്ലാതെ വിഷമിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ നോക്കി കരഞ്ഞു. ആ സന്ദർഭം അന്ന് ഗ്രഹണമുണ്ടായി. അന്ന് ഗ്രഹണമുണ്ടായപ്പോൾ ആളുകൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൻ വഫാത്തായതിന്റെ പേരിലാണ് ഗ്രഹണമുണ്ടായത്. അങ്ങ് ആ കാലത്ത് വലിയ വലിയ ആളുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അതിന്റെ പേരിൽ ഗ്രഹണമുണ്ടാകുമെന്നൊരു ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെ ആളുകൾ പറയാൻ തുടങ്ങി. അപ്പോ റസൂലുള്ളാഹി, നിങ്ങൾ ആലോചിച്ച് നോക്ക്, റസൂലുള്ളാഹിക്ക് അത് ഗുണാണല്ലോ. തന്റെ മകൻ വഫാത്തായതിന്റെ പേരിൽ ആകാശത്ത് സൂര്യഗ്രഹണം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആകാശത്ത് നടക്കുന്ന വിഷയങ്ങളും ഇവിടെ റസൂലുള്ളാഹിയുടെ വീട്ടിൽ നടക്കുന്ന വിഷയങ്ങളും തമ്മിൽ ബന്ധമുണ്ട് എന്ന് വന്നാൽ അത് ദഅവത്തിന് ഗുണല്ലേ, അനുകൂലല്ലേ? അത് എന്നാ തൽക്കാലം അങ്ങനെ പറഞ്ഞോട്ടെ. നമ്മളൊക്കെ ആണെങ്കിൽ നമ്മളെ കറാമത്ത് പറയണവരൊക്കെ ഉണ്ടല്ലോ. അപ്പോ ഇനിയിപ്പോ വാർത്താണെങ്കിൽ അതിനെ തിരുത്താം. ഇപ്പൊ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായാൽ നമുക്ക് നല്ല, പിന്നെ അതൊക്കെ ശരിയായതിന്റെ ശേഷം തിരുത്താം എന്ന് വിചാരിക്കും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേട്ട് ഈ സ്വരമൂഖമായ അന്തരീക്ഷം, ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന, തളം കെട്ടി നിൽക്കുന്ന ആ അന്തരീക്ഷം, എന്നിട്ടും ആളുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് പിന്നെ സുസംസ്കാരത്തിന്, ഗ്രഹണസ്കാരത്തിന് ആളുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ആദ്യം പറഞ്ഞത് എന്താ? അല ഇന്നശംസ വൽ ഖമറ ആയത്താനി മിൻ ആയാത്തില്ലാ. സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. ആരുടെയും ജനനത്തിന്റെയോ മരണത്തിന്റെ കാര്യങ്ങൾ ഉസ്കരിക്കുക എന്നാണ് പറഞ്ഞത്. ആ നിലയ്ക്ക് വളരെ ഉത്തരവാദിത്വത്തോടുകൂടെ ജീവിതത്തിൽ സുഖമെന്തെന്നറിയാതെ പല യുദ്ധങ്ങളും ഫുതുഹാത്തുകളും ഒനായ്മകളും ഒനീമത്ത് സ്വത്തുകളൊക്കെ കിട്ടിയിട്ടും സമുദ്രത്തിലെ പാവപ്പെട്ട അംഗങ്ങളൊക്കെ സമ്പന്നരായി മാറി, പലർക്കും സമ്പത്തുണ്ടായി. പക്ഷേ അപ്പോഴും സ്വന്തം വീട്ടിൽ പട്ടിണിയായിരുന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിട പറയാൻ അടുത്ത സന്ദർഭത്തിൽ ഹജ്ജത്തുൽ വിദാഇൽ വെച്ച് ആ ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ദൗത്യം പരിപൂർണമായ ഘട്ടത്തിൽ ആ ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ച് അറഫ മലയിൽ നിന്നുകൊണ്ട് ചെയ്ത പ്രസംഗത്തിൽ എല്ലാം പൂർണ്ണമായി വിവരിച്ചതിനു ശേഷം, പരിശുദ്ധ ദീൻ പൂർണ്ണമായതിനു ശേഷം അവസാനം ആ ലക്ഷത്തിൽ പരം വരുന്ന സഹാബത്തിനോട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ഇന്നക്കും മസ്ഊലൂന അന്നി ഫമാദാ അൻതും ഖായിലൂൻ. നിങ്ങളോട് എന്നെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും. നിങ്ങളോട് എന്നെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും. അള്ളാഹുവിന്റെ സാക്ഷികൾ. അതും മസ്ഊലൂന അന്നി, നിങ്ങളോട് എന്നെ സംബന്ധിച്ച് ചോദ്യം ചെയ്യും. ഫമാദാ അൻതും ഖായിലൂൻ. ഈ നിലക്ക് സ്വാർത്ഥമായി പൂർണ്ണ അർത്ഥത്തിൽ തുല്യതയില്ലാത്ത വിധം സംശുദ്ധമായ ആ ജീവിതത്തിന്റെ ഉടമയായ റസൂലുള്ളാഹിയാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ മറുപടി നശ്ഹദു അന്നക ഖദ് ബല്ലഗ്ത വഅദ്ദൈത. അങ്ങയുടെ ദൗത്യം പൂർണ്ണമായി നിർവഹിച്ചു എന്ന് ഞങ്ങൾ സാക്ഷി പറയും എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുമ്മ അഷ്ഹദ്, പടച്ചവനെ ഇതാ നീ സാക്ഷിയാണ്, ഇവർ സാക്ഷി നിന്നതിന് നീ സാക്ഷിയാണ് എന്ന് പറഞ്ഞ് സമാധാനിച്ച പ്രവാചകൻ, ആ പ്രവാചകന്റെ മാതൃക, ആ ഉത്തരവാദിത്വ ബോധം, ആ അമാനത്ത്, ആ കാരുണ്യം തെളിയേണ്ടുന്ന കാലഘട്ടമാണ്. അത് തെളിയിക്കാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ പരിശുദ്ധ ദീനിനെ വികൃതമാക്കിക്കൊണ്ട്, പരിശുദ്ധ ദീനിന്റെ മുഖത്ത് അതിന്റെ സുന്ദരമായ റസൂലുള്ളാഹിയുടെയും ദീനിന്റെയും സുന്ദരമായ മുഖത്തെ വികൃതമാക്കി പരിശുദ്ധ ദീനിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് തെമ്മാടിക്കൂട്ടം ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോൾ പരിശുദ്ധ ദീനിന് വേണ്ട വിധത്തിൽ നമ്മുടെ ജീവിതത്തിലൂടെയും നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയും പകർത്തിക്കൊടുക്കുകയും ചെയ്യുക എന്ന വലിയ ഭാരം നമുക്കുണ്ട്, ആ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈ ഉത്തരവാദിത്വം നിർവഹിച്ചില്ലെങ്കിൽ നമ്മളോടും ചോദ്യം ചെയ്യപ്പെടുന്ന, നമ്മളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടമുണ്ട് എന്ന ബോധം ഇതിൽ നിന്നൊക്കെ നമുക്കുണ്ടാവണം. അതിനനുസരിച്ച് കാലഘട്ടത്തിന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് സന്ദർഭത്തിനനുസരിച്ച് ഉണർന്ന് പ്രവർത്തിക്കാൻ പണ്ഡിതന്മാരും പ്രവർത്തകരും, പ്രത്യേകിച്ച് സംഘടനാ പ്രവർത്തകരും ഒക്കെ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കുവാനും അവരെ പൂർണ്ണമായി ഉൾക്കൊണ്ട് ജീവിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അവരുടെ യഥാർത്ഥമായ സ്വഭാവവും
അവരുടെ വിശേഷണങ്ങളും മറ്റു ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ അള്ളാഹു നമുക്ക് ഈ പ്രവർത്തനങ്ങളെ കൊണ്ടൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതൊക്കെ നമ്മുടെ ഉന്നതിക്ക്, ആത്മീയമായ വളർച്ചയ്ക്ക്, ഈമാനിയായ വളർച്ചയ്ക്ക് കാരണമാക്കി തരുന്നട്ടെ. അള്ളാഹു ഖാദിമീങ്ങളായി ജീവിച്ച് അവരുടെ ഖാദിമായ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇതിന്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളും, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, വേണ്ടപ്പെട്ടവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവരുടെയും എല്ലാവിധ പാപങ്ങളും അള്ളാഹു തആല പുറത്തു തരുമാറാവട്ടെ. അർഹമുർ റബ്ബേ, ഞങ്ങൾ നിന്നെ സ്വീകരിക്കണേ തമ്പുരാനെ, ഞങ്ങൾ നിന്നെ സ്വീകരിക്കണേ റഹ്മാനെ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ, ഞങ്ങളെയും അവരെയും നിന്റെ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. എല്ലാ വിഷമങ്ങളും അകറ്റിത്തരണേ തമ്പുരാനെ, എല്ലാ പ്രശ്നങ്ങളും തരണേ, എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.